Good evening, dear aspirants. Very good evening. Welcome to Zodiac Academy. നമ്മളുടെ സെസ് തേർഡ് ഫേസ് Zodiac Eligibility Scholarship Scheme തേർഡ് ഫേസ് റിസൾട്ട് ഡിക്ലറേഷൻ ആൻഡ് ആൻസർ കീ ഡിസ്കഷൻ ആ ഒരു സെഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, am I audible? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ, our SES third phase Zodiac Eligibility Scholarship Scheme third phase day before yesterday ആണ് നമ്മളത് കണ്ടക്ട് ചെയ്തത്. അതിൻ്റെ വിന്നേഴ്സിനെ നമ്മളൊന്ന് അനൗൺസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹൈലി യൂണിക് ആയിട്ടുള്ള നമ്മളുടെ കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ദിസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് അതൊന്നുകൂടി നിങ്ങളോടൊന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ആൻസർ കീ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഫോൺസ് ഐസക്, ഗുഡ് ഈവനിങ്. കാവ്യ സജീവ്, ഗുഡ് ഈവനിങ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് സമയമില്ല. നമുക്ക് ഏതാണ്ട് ഒരു ഹാർഡ്ലി ഒരു 1 hour കിട്ടുകയുള്ളൂ. ആ ഒരു 1 hour കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ, അഭയ സജിത്ത്, ഗുഡ് ഈവനിങ്. ഓക്കെ, നമ്മളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഹൈലി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നമ്മളുടെ യൂണിക് പ്ലാനിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയുന്നു. നമുക്ക് വീക്കിലി 3 ക്ലാസ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സൺഡേ. ഓക്കെ, നമ്മളുടെ ക്ലാസ്സസ് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സൺഡേ 3 ക്ലാസ്സസ് വീക്കിലി ആണ് നിങ്ങൾക്ക് ലഭിക്കുക. നമ്മളുടെ ഈ ഒരു യൂണിക് കോംപ്രിഹെൻസീവ് കോഴ്സ് ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് പാക്കേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 3 ക്ലാസ്സസ് വീക്കിലി. ഓക്കെ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സൺഡേ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൺഡേസ് ആർ എക്സ്ക്ലൂസീവ്ലി ഫോർ യുവർ മെന്റർഷിപ്പ് പ്രോഗ്രാംസ്. അതായത് ട്യൂസ്ഡേ, തേഴ്സ്ഡേ കവർ ചെയ്യുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ആയിരിക്കും സൺഡേസ് ഉണ്ടായിരിക്കുക. അവിടെ ആ ലാസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ലെവൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ദ വെരി നെക്സ്റ്റ് ഡേ ഓഫ് ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ലെവൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. വീക്കിലി ഒരു ഗ്രാൻഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മന്ത്ലി മെഗാ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഗ്രാൻഡ് ടെസ്റ്റിലും മെഗാ ടെസ്റ്റിലും ഒക്കെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയെ നമ്മൾ സ്റ്റുഡൻറ് ഓഫ് ദ വീക്ക് ആൻഡ് ഓൾസോ സ്റ്റുഡൻറ് ഓഫ് ദ മന്ത് അങ്ങനെയൊക്കെയുള്ള ചില പൊസിഷൻസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹൈലി യൂണിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻ ഇതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഓഫ് ദിസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് നമ്മളുടെ ആ ഒരു കോഴ്സ് അഡ്മിഷൻസ് ഈ 31st ഏതാണ്ട് ക്ലോസ് ആകുന്നു. നമ്മളുടെ സെക്കൻഡ് ബാച്ച് ഏപ്രിൽ മന്തോടെ നമ്മളുടെ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുന്നതായിരിക്കും. എക്സാക്ട് ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു കോഴ്സ് പാക്കേജ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മുടെ മൗര്യൻ സാർ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ വിന്നേഴ്സിനെ പരിചയപ്പെടാം. അതായത് സെസ് സോഡിയാക് എലിജിബിലിറ്റി സ്കോളർഷിപ്പ് സ്കീം വിന്നേഴ്സ്, തേർഡ് ഫേസിന്റെ വിന്നേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ സ്മിത ജോസഫ്. നമ്മുടെ സെസ് സ്കോർ 48.04 ആണ് ഔട്ട് ഓഫ് 100. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് സ്മിത ജോസഫ്. അതേപോലെ തന്നെ അശ്വതി ഷൈജു 42.43 സെക്കൻഡ് പ്ലേസ്. ഓക്കെ, കൺഗ്രാറ്റ്സ്. ആൻഡ് അശ്വതി തേർഡ് പ്ലേസ് 40.06. ഓക്കെ, അവർ സെസ് സ്കോർ. അനു തോമസ് ഫോർത്ത് പ്ലേസ്. ഓക്കെ, 33.08 ഷീ സ്കോർഡ് ഇൻ അവർ സെസ്. ആൻഡ് രമ്യ രവീന്ദ്രൻ 31.17 ഷീ സ്കോർഡ് ഇൻ അവർ സെസ് സോഡിയാക് എലിജിബിലിറ്റി സ്കോളർഷിപ്പ് സ്കീം തേർഡ് ഫേസ്. ഓക്കെ, അപ്പോൾ എല്ലാ വിന്നേഴ്സിനും ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈ ഒരു വിജയം നിങ്ങളുടെ മെയിൻ എക്സാമിനേഷനും ഈ ഒരു വിജയം ആവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ വിന്നേഴ്സ്. നമുക്കറിയാം നമ്മളുടെ സെസ് എക്സാമിനേഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും 1000 rupees ഫീസ് റിഡക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അറിയാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും 1000 rupees ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും ഈ ഒരു സെസ് തേർഡ് ഫേസ് നമ്മളുടെ ആ ഒരു സ്കോളർഷിപ്പ് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ. ഓക്കെ, ഈ 5 പൊസിഷൻസിൽ എത്തിയവരുടെ കാര്യം നിങ്ങൾക്ക് അറിയാം, അതും അറിയാവുന്നതാണ്. 50% കോഴ്സ് ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ CT അജിത്ത്, ഗുഡ് ഈവനിങ്. ഓക്കെ,
അപ്പോൾ ഇതാണ് നമ്മളുടെ സെസ് തേർഡ് ഫേസിന്റെ റിസൾട്ട് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി വിന്നേഴ്സിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനി നമ്മളുടെ കീ ഡിസ്കഷനിലോട്ട് പോകാം. ഞാൻ ആദ്യം തന്നെ പറയുന്നു, 100 ക്വസ്റ്റ്യൻസ് ഇതുവരെ നടന്ന സെസ് എക്സാമിനേഷൻസിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകത്തുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പിന്നീട്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളുടെ ഈ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് പോകണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ സെസ് തേർഡ് ഫേസ് our first question കാണാമല്ലോ. ഇൻഹിബിൻ ഈസ് സെക്രീറ്റഡ് ബൈ എന്താണ് അറിയാവുന്നതാണ് അല്ലേ? നമ്മളുടെ കോർപ്പസ് ലൂട്ടിയം ആണ് ആൻസർ വരുന്നത് അല്ലേ? അത് ഒരു കോഡൊക്കെ വെച്ച് പഠിച്ചു വെക്കാറുണ്ട് നമ്മൾ. റൈപ്പ് എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട് ഈ കോർപ്പസ് ലൂട്ടിയത്തിന്റെ എല്ലാ ഹോർമോൺസും നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? റിലാക്സിൻ, ഇൻഹിബിൻ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അവിടെ കോർപ്പസ് ലൂട്ടിയം ആണ് ഇൻഹിബിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദിസ് ഫിനോമിനൻ ദാറ്റ് മീൻസ് ദാറ്റ് ആരോ മാർക്ക്, ആ ആരോ മാർക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നതാണ്. ഓക്കെ, ദിസ് ആരോ മാർക്ക് അവിടെ ഹോർമോണൽ ലെവലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദാറ്റ് ആരോ മാർക്ക് നമ്മളുടെ ഫോളിക്കുലർ ഫേസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ ഓവുലേഷന് ആണ് ആക്ച്വലി അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന, ആ ഒരു ആരോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് എക്സാക്ട് ഓവുലേഷന് തൊട്ട് മുമ്പുള്ള ആ ഒരു ഫേസിനെയാണ് അവിടെ ആ ആരോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് എന്തായാലും അറിയാം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താണ് അവിടെ? ഇൻക്രീസ്ഡ് ഈസ്ട്രജൻ ആൻഡ് ഡിക്രീസ്ഡ് പ്രൊജസ്ട്രോൺ. അത് നമ്മളുടെ ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, ഇൻക്രീസ്ഡ് ഈസ്ട്രജൻ ആൻഡ് ഡിക്രീസ്ഡ് പ്രൊജസ്ട്രോൺ. ഓക്കെ, നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും OBGയിലെ ഒരു ക്വസ്റ്റ്യൻ, ഇമേജ് ബേസ്ഡ് തന്നെയാണ്. അതായത് ടെമ്പറേച്ചർ ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹോർമോൺ ഏതാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ? പ്രൊജസ്ട്രോൺ തന്നെയാണ്. ദാറ്റ് മീൻസ് ദ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻ ദിസ് പിക്ചർ ഈസ് അല്ലെ? നൺ അതർ ദാൻ അവർ പ്രൊജസ്ട്രോൺ. അപ്പോൾ അതും വലിയ പ്രൊജസ്ട്രോൺ, ബി ഓപ്ഷൻ ആണ് റൈറ്റ്. ഓക്കെ, ബി ഓപ്ഷൻ പ്രൊജസ്ട്രോൺ ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, കുറച്ച് സ്പീഡിലായിരിക്കും കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ, സപ്പോർട്ട്സ് ഓഫ് ദ യൂട്രസ് ആർ ഓൾ എക്സെപ്റ്റ്. ഓക്കെ, ഇത് ചിലപ്പം ചെറിയ ഒരു കോൺട്രവേഴ്സി വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമ്മളുടെ നീറ്റ് PG പോലെയുള്ള എക്സാമിനേഷൻസിന്റെ ആൻസറും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആക്ച്വലി അവർ ബ്രോഡ് ലിഗമെന്റ് ആണ്. ഓക്കെ, ബ്രോഡ് ലിഗമെന്റ് ആണ്. കാര്യം അവിടെ ഒരു വീക്കായിട്ടുള്ള ഒരു സപ്പോർട്ടേ ഈ ബ്രോഡ് ലിഗമെന്റ് ആയാലും റൗണ്ട് ലിഗമെന്റ് ആയാലും ഒക്കെ നൽകുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നത് നമുക്കറിയാം. ദിസ് മാക്കൻറോട്ട്സ് ലിഗമെന്റ് ആണ്. അതിന്റെ മറ്റൊരു പേരാണ് കാർഡിനൽ ലിഗമെന്റ്. കാർഡിനൽ ലിഗമെന്റ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. കാർഡിനൽ ലിഗമെന്റ് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? മാക്കൻറോട്ട്സ് ലിഗമെന്റ് അല്ലെങ്കിൽ കാർഡിനൽ ലിഗമെന്റ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. ബ്രോഡ് ലിഗമെന്റ് വീക്ക് സപ്പോർട്ടേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, കൊടുക്കുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സപ്പോർട്ട്സ് ഓഫ് ദ യൂട്രസ് ഓൾ ആർ എക്സെപ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ബ്രോഡ് ലിഗമെന്റ് ആണ്. പക്ഷെ ഒരു കാര്യം, ബ്രോഡ് ലിഗമെന്റും റൗണ്ട് ലിഗമെന്റും ഒരു വീക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ പേഷ്യന്റ് ഈസ് diagnosed with scrotal swelling exhibiting worm-like appearance. The swelling is likely to be നമ്മളുടെ worm bag അല്ലെന്നുണ്ടെങ്കിൽ worm-like appearance. അത് നമ്മൾ കാണുന്നത് എവിടെയാണ്? വെരിക്കോസിലാണ് കാണുന്നത്. നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. വെരിക്കോസിലാണ് കാണുന്നത്. അതായത് എന്താണ്? ബാഗ് വേം അപ്പിയറൻസ്. ഓക്കെ, ബാഗ്. ഓക്കെ, അല്ലെങ്കിൽ ബാഗ് ഓഫ് വേം അപ്പിയറൻസ്, രണ്ട് രീതിയിലും പറയാറുണ്ട്. ബാഗ് ഓഫ് വേം അല്ലെങ്കിൽ ബാഗ് വേം അപ്പിയറൻസ്. ഓക്കെ, കാണുന്നത് വെരിക്കോസിലാണ് കാണുന്നത്. ഓക്കെ, അതാണ് നമ്മളുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സിക്സ്ത് ക്വസ്റ്റ്യൻ, യൂട്രൈൻ ആർട്ടറി എറൈസസ് ഫ്രം ദ. യൂട്രൈൻ ആർട്ടറി എവിടുന്ന് എറൈസ് ചെയ്യുന്ന? ആന്റീരിയർ ഡിവിഷൻ ഓഫ് ദ ഇന്റേണൽ ഇലിയാക് ആർട്ടറി ആണ് അല്ലെ? ആന്റീരിയർ ഡിവിഷൻ ഓഫ് ദ
ആന്റീരിയർ ഡിവിഷൻ ഓഫ് ദ ഇന്റേണൽ ഇലിയാക് ആർട്ടറി. ഏതൊക്കെയാണ് ആന്റീരിയർ ഡിവിഷൻ ഓഫ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി വരുന്നത്? അത് നമുക്കൊരു ജസ്റ്റ് ഒരു കോഡൊക്കെ വെച്ച് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. എന്താണ്? സോ ഫോർ യു മിസ്റ്റർ പിഗ് എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. ഓക്കെ, സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം. എന്താണ്? ഇത് നമ്മളുടെ സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി വരും, സുപ്പീരിയർ വെസിക്കൽ ആർട്ടറി. ഒബ്റ്റുറേറ്റർ ആർട്ടറി വരും. ഓക്കെ, ഇൻഫീരിയർ വെസിക്കൽ ആർട്ടറി വരും. ഓക്കെ, അംബിലിക്കൽ ആർട്ടറി വരും. അംബിലിക്കൽ ആർട്ടറി നമ്മളുടെ ഈ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് യൂട്രൈൻ ആർട്ടറി ഓർ അംബിലിക്കൽ ആർട്ടറി. യു ഫോർ യൂട്രൈൻ ആർട്ടറി ഓർ അംബിലിക്കൽ ആർട്ടറി, രണ്ടും പറയാം. ഓക്കെ ഓക്കെ, ഇത് മിഡിൽ റെക്ടൽ ആർട്ടറി, മിഡിൽ റെക്ടൽ ആർട്ടറി. ഓക്കെ, മിഡിൽ റെക്ടൽ ആർട്ടറി. ഓക്കെ, പി ഫോർ പ്യൂഡന്റൽ ആർട്ടറി, പി ഫോർ പ്യൂഡന്റൽ ആർട്ടറി. ഓക്കെ, ആൻഡ് IG for inferior gluteal artery, inferior gluteal artery ആണ് G. ഓക്കെ, IG for inferior gluteal artery. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമ്മളുടെ ക്ലാസ് ഡിസ്കഷൻസിൽ നമുക്ക് ഇത് വീണ്ടും നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. ഇതാ ഡിവിഷൻസ് ഓഫ് ദിസ്, ആന്റീരിയർ ഡിവിഷൻസ് ഓഫ് ദിസ് ഇന്റേണൽ ഇലിയാക് ആർട്ടറി നമ്മൾ ഈ ഒരു കോഡ് വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ 6th ക്വസ്റ്റ്യൻ. 7th ക്വസ്റ്റ്യൻ. ഓക്കെ, പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ദാറ്റ് ആക്ട് ആസ് ഫങ്ഷണൽ അനാറ്റമിക്കൽ സ്പിങ്ചർ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മൾ കാണാറുള്ളതാണ്. ഇസ്തമസ് ആണ് ഇതിന്റെ ആൻസർ, ഇസ്തമസ് ആണ് ആൻസർ. ഓക്കെ, പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ദാറ്റ് ആക്ട് ആസ് ഫങ്ഷണൽ അനാറ്റമിക്കൽ സ്പിങ്ചർ. ഓക്കെ, നമ്മളുടെ 7th ക്വസ്റ്റ്യനോട്ട് പോകാം. 7th ക്വസ്റ്റ്യൻ. ഓക്കെ, 7th question. A 22-year-old person came with complaints of painless testicular swelling with elevated alpha fetoprotein AFP greater than 22,000. അപ്പോൾ അവിടെ ട്യൂമർ മാർക്കർ ആണെന്ന് മനസ്സിലായി അല്ലേ? ആൽഫ ഫീറ്റോപ്രോട്ടീൻ ട്യൂമർ മാർക്കർ ആണ്. എസ്പെഷ്യലി അവർ എന്താണ് ലിവർ ക്യാൻസർ, ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ആൻഡ് ആൾസോ ടെസ്റ്റിക്കുലാർ കാർസിനോമ അല്ലേ? അപ്പോൾ ഇവിടെ CT abdomen was done and came out to be normal. അപ്പോൾ നമുക്ക് അവിടെ ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ നമുക്ക് അവിടെ മാറ്റി നിർത്താം. Which of the following is the next best step in management? അപ്പോൾ നമുക്ക് ഇവിടെ ഉറപ്പിക്കാം ഇതെന്താണ്, ടെസ്റ്റിക്കുലാർ ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും മാനേജ്മെന്റ് എന്താണ്, അവിടെ ഒരു സർജിക്കൽ ഓപ്ഷൻ തന്നെ വേണം. ദാറ്റ് ഈസ് ഹൈ ഇൻഗൈനൽ ഓർക്കിഡക്ടമി തന്നെയാണ്. ഹൈ ഇൻഗൈനൽ ഓർക്കിഡക്ടമി അല്ലെങ്കിൽ ഹൈ ഇൻഗൈനൽ ഓർക്കിയക്ടമി, രണ്ട് രീതിയിലും പറയും അല്ലെ. ഹൈ ഇൻഗൈനൽ ഓർക്കിഡക്ടമി ആണ് നമ്മളുടെ ആൻസർ. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ? നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. കുറച്ച് സ്പീഡായിരിക്കും, നിങ്ങളൊന്ന് ഫർഗീവ് ചെയ്യുക കേട്ടോ. കാര്യം നമ്മളുടെ ഒരു ആൻസർക്ക് ജസ്റ്റ് നമുക്ക് എല്ലാം ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു പോകാനുള്ള സമയമില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ സൂപ്പർഫിഷ്യൽ പാർഷ്യൽ തിക്നെസ് ഡേൺ വിച്ച് ലെയർ ഓഫ് സ്കിൻ ഈസ് ഇൻവോൾവ്ഡ് ഇൻ ബ്ലിസ്റ്റർ ഫോർമേഷൻ? ഇത് ഡയറക്റ്റ് ആണ്, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളതാണ് അല്ലെ. പാപ്പിലറി ഡെർമിസ് ആണ് അല്ലെ. ഡെർമിസും പിന്നെ എപ്പിഡെർമിസിന്റെ ആ ഒരു അപ്പർ പാർട്ടും അല്ലെ. അപ്പോൾ അതാണ് എന്താ ദിസ് എന്താണ് ദിസ് എന്താണ് പാപ്പിലറി ഡെർമിസ് ആണ് ഇതിന്റെ ആൻസർ. പാപ്പിലറി ഡെർമിസ്. അവർ സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, സോ എപ്പിഡെർമിസ് ആൻഡ് ആൾസോ ഈ ഡെർമിസിന്റെ അപ്പർ പാർട്ടും കൂടെ ഇതിനകത്ത് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. എ പേഷ്യന്റ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് keratoacanthoma on face. Which type of lesion is this? Okay, അപ്പോൾ ഇതും നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഈസ് സെൽഫ് ഹീലിംഗ് നോഡുലാർ ലീഷൻ വിത്ത് സെല്ലുലാർ അൾസറേഷൻ. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, സ്ക്വാമസ് സെൽ കാർസിനോമ പോലെ മിമിക് ചെയ്യും. എന്ത്? കെരാറ്റോഅക്കാൻതോമ വിച്ച് മിമിക്സ് അവർ എന്താണ് നമ്മളുടെ സ്ക്വാമസ് സെൽ കാർസിനോമ പോലെ മിമിക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം. ഇവിടെ ഇറ്റ് ഈസ് എ സെൽഫ് ഹീലിംഗ് നോഡുലാർ സെൽഫ് ഹീലിംഗ് നോഡുലാർ ലീഷൻ വിത്ത്
സെൻട്രൽ അൾസറേഷൻ. ഓക്കെ, അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പക്ഷേ ദിസ് വിൽ മിമിക്സ് അവർ സ്ക്വാമസ് സെൽ കാർസിനോമ. ദിസ് കെരാറ്റോ അക്കാൻതോമ വിച്ച് മിമിക്സ് അവർ സ്ക്വാമസ് സെൽ കാർസിനോമ. ആ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ സോഫാർ ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ഈ 10 ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ നിങ്ങൾ ഡൗട്ട് ഉണ്ടോ? ഇത് നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യനോട് പെട്ടെന്ന് പോകാം. നമുക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. ആരും ഒരു ആൻസറും തരുന്നില്ല. ഓക്കെ, എനിവേ നമ്മൾ അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യനോട് പോകുന്നു. ഓക്കെ, ദ ഫങ്ഷൻ ഓഫ് പെക്ട്രാലിസ് മേജർ മസിൽ ഈസ്. ഇതെന്തായാലും എന്താണ്? അഡക്ഷൻ ആണ്. അഡക്ഷൻ ആണ് ആൻസർ. അഡക്ഷൻ, ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, അഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോങ് ബോൺ? ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ കൂട്ടത്തിൽ ഏതാണ് ലോങ് ബോണിന്റെ കൂട്ടത്തിൽ വരാത്തത്? ഹ്യൂമറസ് ആണ്, ടിബിയ ആണ്, അൾനയാണ് അല്ലെ. അപ്പോൾ ഇവിടെ വരാത്ത ഏതാണ്? വരാത്ത ഒറ്റ ഒരു ആൻസറേ ഉള്ളൂ അല്ലെ, സ്റ്റേണം ആണ്. ഓക്കെ, അവർ 13th ക്വസ്റ്റ്യൻ. ഓക്കെ, ആഫ്റ്റർ സർജറി ഓൺ റൈറ്റ് സൈഡ് ഓഫ് നെക്ക് a person could not raise his arm above head and also could not shrug the shoulder. What are the possible causes? അല്ലെ, നമ്മളിത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തന്നെ ഒറ്റ നോട്ടത്തിൽ ആൻസർ എഴുതാൻ പറ്റും അല്ലെ. എന്തായിരിക്കാം? ഡാമേജ് ടു അവർ സ്പൈനൽ ആക്സസറി നെർവ്. എ ഓപ്ഷൻ ആണ് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ ക്രേനിയൽ നെർവ് ഏതാണ്? നമ്മളുടെ 11th ക്രേനിയൽ നെർവ് അല്ലെ, സ്പൈനൽ ആക്സസറി. സോ ഡാമേജ് ടു അവർ സ്പൈനൽ ആക്സസറി നെർവ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡാമേജ് ടു അവർ സ്പൈനൽ ആക്സസറി നെർവ്. ഓക്കെ, നമ്മളുടെ ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ഡയറക്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, 14th ക്വസ്റ്റ്യൻ. Winging of scapula is due to weakness or paralysis of. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അവർ സെറാറ്റസ് ആന്റീരിയർ അല്ലെ, പാരാലിസിസ് ഓഫ് ദിസ് സെറാറ്റസ് ആന്റീരിയർ ആണ്. വിങ്ങിങ് ഓഫ് സ്കാപ്പുല, ഇറ്റ് ഈസ് ഡ്യൂ ടു അവർ സെറാറ്റസ് ആന്റീരിയർ പാരാലിസിസ് ആണ്, ഓർ വീക്ക്നെസ് ആണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അവർ 14th ക്വസ്റ്റ്യൻ. 15th ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മസിൽ ഡസ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് റൊട്ടേറ്റർ കഫ്? റൊട്ടേറ്റർ കഫിനകത്ത് വരാത്തത് എന്താണ്? റൊട്ടേറ്റർ കഫിന് വരാത്തത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. റൊട്ടേറ്റർ കഫിനകത്ത് വരാത്തത് ഞാൻ വരയ്ക്കുന്നതൊന്നും അത്രയും കൂടി കറക്റ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, റൊട്ടേറ്റർ കഫിനകത്ത് വരാത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ടെറിസ് മേജർ, സബ് സ്കാപ്പുലാറിസ്, സൂപ്രാസ്പൈനേറ്റസ്. സൂപ്രാസ്പൈനേറ്റസ് അവിടെ വരുന്നുണ്ട്, സൂപ്രാസ്പൈനേറ്റസ് വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇൻഫ്രാസ്പൈനേറ്റസ് വരുന്നുണ്ട് റൊട്ടേറ്റർ കഫിന്റെ അല്ലെ. അതേപോലെ തന്നെ ഇതിനകത്ത് ടെറിസ് മേജർ എന്നാണ് കൊടുത്തിട്ടുള്ള, പക്ഷെ ഇവിടെ വരുന്നത് ഏതാണ്? ടെറിസ് മൈനർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് എന്ത് വരും? നമ്മളുടെ സബ് സ്കാപ്പുലാറിസും വരും, സബ് സ്കാപ്പുലാറിസ്. ഓക്കെ, അപ്പോൾ ഇതിന് വരാത്ത ഏതാണ്? വരാത്തത് ടെറിസ് മേജർ ആണ് അല്ലെ. ഉള്ളത് ഏതാണ്? ആക്ച്വലി ഉള്ളത് ടെറിസ് മൈനർ ആണ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ടെറിസ് മേജർ ആണ് ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ 16th ക്വസ്റ്റ്യൻ. ഇത് ഐഡന്റിഫൈ ദ ഡിസോർഡർ ഡെപിക്റ്റഡ് ബിലോ. അതായത് നമ്മളുടെ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഇവിടെ കാണുന്നില്ല അല്ലേ. നമ്മളുടെ മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഇവിടെ കാണുന്നില്ല. ആ കണ്ടീഷൻ ഏതാണ്? ആർച്ച് ഇല്ലാത്ത അവസ്ഥ ഏതാണ്? നമ്മളുടെ പേസ് പ്ലാനസ് ആണ്. പേസ് പ്ലാനസ് അല്ലെ, മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഈസ് ആബ്സെന്റ് ഹിയർ അല്ലെ, അത് നമ്മളുടെ പേസ് പ്ലാനസ് ആണ്. ഓക്കെ, അത് നമ്മളുടെ 16th ക്വസ്റ്റ്യൻ കഴിയുന്നു. 17th ക്വസ്റ്റ്യൻ. ഓക്കെ, എ 50-year-old female has undergone mastectomy for breast cancer. ക്വസ്റ്റ്യന് കുറച്ച് നീളം ഉണ്ടെന്നേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ആഫ്റ്റർ mastectomy the patient is not able to extend, adduct and internally rotate the arm. ഇന്റേണൽ റൊട്ടേഷനും അഡക്ഷനും വരുന്നത് ഏത് മസിലാണെന്ന് ഓർത്താൽ മതി. The nerve supply to which of the following muscle is damaged? അപ്പോൾ ഇവിടെ ഒറ്റ മസിലേ വരാൻ സാധ്യതയുള്ളൂ അല്ലേ, നമ്മളുടെ ലാറ്റിസിമസ് ഡോഴ്സി മസിലിനാണ്.
അല്ലേ? എസ്പെഷ്യലി ദിസ് അഡക്ഷൻ ആൻഡ് ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ദിസ് ആം ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് അവർ ലാറ്റിസിമസ് ഡോഴ്സി. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇത്തിരി നീളം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ആൻസർ ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, നെക്സ്റ്റ് 18th question. Identify the deformity shown in the figure. അപ്പോൾ ഇത് ചിലപ്പം നമുക്ക് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. കാര്യം നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരും. കാര്യം സാൻഡക് ഡിഫോമിറ്റി, അതേപോലെ തന്നെ ദിസ് ബൊട്ടനയർ ഡിഫോമിറ്റി, ഇതെല്ലാം നമ്മൾ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ആക്ച്വലി ഇത് നമ്മളുടെ മാലറ്റ് ഫിംഗർ ആണ്. സോറി, ഇറ്റ് ഈസ് അവർ very sorry. Okay, fine. It is our mallet finger ആണ്. അതായത് നമ്മളുടെ ഡിസ്റ്റൽ ഫലാങ്സ് ഉണ്ടല്ലോ, ഡിസ്റ്റൽ ഫലാങ്സ്. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻസർ ടെൻഡനെ അഫക്റ്റ് ചെയ്യുന്നതാണ്, അവിടെ ഡാമേജ് വരുന്നതാണ് ഏത് ദിസ് മാലറ്റ് ഫിംഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എന്താണ് ഈ ബേസ് ബോൾ ഒക്കെ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു ഇഞ്ചറി അതുകൊണ്ട് സംഭവിക്കുന്നതാണ് മാലറ്റ് ഫിംഗർ. ഓക്കെ, പക്ഷെ അതേപോലെ തന്നെ ഈ ഡിസ്റ്റൽ ഫാലങ്സിന്റെ അവിടെ തന്നെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻസർ ടെൻഡന് സംഭവിക്കുന്ന ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നതാണ് ജേഴ്സി ഫിംഗർ ഡിഫോമിറ്റി. ഓക്കെ, ജേഴ്സി ഫിംഗർ ഡിഫോമിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ ഇത് തെറ്റിദ്ധരിപ്പിക്കും. ഇത് കാണുമ്പം സാൻഡക് ഡിഫോമിറ്റി പോലെ തോന്നിക്കും. ഓക്കെ, അതെവിടെയാണ്? അത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് കാണുന്നതാണ്. അത് നമുക്ക് ഡീറ്റെയിലി നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, ഫൈൻ. നമുക്കിനി 19ാമത്തെ ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, വയലന്റ് ഇൻവേർഷൻ ഓഫ് ഫുട്ട് വിൽ ലീഡ് ടു അവേർഷൻ ഓഫ് ടെൻഡൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മസിൽ അറ്റാച്ച്ഡ് ടു ട്യൂബറോസിറ്റി ഓഫ് 5th മെറ്റാടാർസൽ ബോൺ. അപ്പോൾ അവിടെ അവേർഷൻ ഓഫ് ടെൻഡൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ വരുന്നത് നമ്മളുടെ എന്താണ്? നമ്മളുടെ എ ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് പെറോനിയസ് ബ്രേവിസ് ആണ് വരുന്നത്. പെറോനിയസ് ബ്രേവിസ് ആണ് വരുന്നത്. പെറോനിയസ് ബ്രേവിസ് ആണ് നമ്മുടെ ആൻസർ 19th. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബോൺ ഹാസ് നോ മസിൽ അറ്റാച്ച്മെന്റ്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതിനാണ് അല്ലേ. നമ്മളുടെ ടാലസ് ബോണിനാണ് ഡയറക്റ്റ് മസിൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത്. ഓക്കെ, ടാലസിനാണ് ഡയറക്റ്റ് മസിൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്തത്, അവർ സി ഓപ്ഷൻ. ഇനി നമ്മളുടെ 21st ക്വസ്റ്റ്യനോട്ട് പോകാം. എ പേഷ്യന്റ് ഡെവലപ്സ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ മെഡിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫിലോകോക്കസ് ഓറിസ്. ഓക്കെ, Mrsa. All of the following can be used to treat this infection except. ഇവിടെ ക്ലോട്രിമക്സോസോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, സിപ്രോഫ്ലോക്സാസിൻ ഉപയോഗിക്കാറുണ്ട്, വാൻകോമൈസിൻ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഇവിടെ ഉപയോഗിക്കാത്ത ഏതാണ്? സെഫാക്ലോർ നമ്മൾ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കാത്ത ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെഫാക്ലോർ നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇനി നമ്മളുടെ 22nd. ആൻ ഇൻഫന്റ് വിത്ത് അൺകോൺജുഗേറ്റഡ് സിറം ബിലിറുബിൻ ലെവൽ 33 mg/dL. അപ്പോൾ അവിടെ കെർണിക്ടറസ് ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ, നിയോനെറ്റൽ കെർണിക്ടറസ് ഉണ്ടെന്ന് മനസ്സിലായി. Was attended by the pediatrician. Which of the drug to be taken by the mother in 3rd trimester can be responsible for this condition of infant? എന്തായിരിക്കാം? ഇതും ഡയറക്റ്റ് ആണ്, നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ് അല്ലേ. അത് നമ്മുടെ ആൻസർ ഏതാണ്? ഡി ഓപ്ഷൻ, നമ്മളുടെ കോട്രിമെക്സസോൾ ആണ്. ഓക്കെ, കോട്രിമെക്സസോൾ, ഇറ്റ് ഈസ് ദ ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് 23. Which of the following fluoroquinolone is contraindicated in patients suffering from liver diseases? ലിവർ ഡിസീസിൽ കൊടുക്കാത്ത ഫ്ലൂറോക്വിനോലോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ലിവോഫ്ലോക്സാസിൻ, ഓഫ്ലോക്സാസിൻ, ലോംഫ്ലോക്സാസിൻ, ഇതെല്ലാം തന്നെ നമ്മൾ ലിവർ ഡിസീസിൽ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ കൊടുക്കാത്തത് ബി ഓപ്ഷൻ, പെഫ്ലോക്സാസിൻ മാത്രമാണ് കൊടുക്കാത്തത്. ഓർത്തു വെച്ചേക്കുക. ഇത് ഒരുപാട് ഓൾ ഇന്ത്യ ലെവൽ പരീക്ഷകൾക്ക് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അവർ പെഫ്ലോക്സാസിൻ. ഓക്കെ, ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ലിവർ ഡിസീസസ്. ഓർക്കുക. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ 24th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ എ പേഷ്യന്റ് അലർജിക് ടു ബീറ്റാ ലാക്ടം ആന്റിബയോട്ടിക്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് സേഫ് ടു അഡ്മിനിസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സേഫ് ടു അഡ്മിനിസ്റ്റർ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഡയറക്റ്റ്ലി പഠിക്കാറുള്ളതാണ്. ഇവിടുത്തെ ആൻസർ നമ്മുടെ വാൻകോമൈസിൻ ആണ് അല്ലേ.
അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? റെഡ് ബാൻഡ് സിൻഡ്രം. അതും വാൻകോമൈസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? വാൻകോമൈസിൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വാൻകോമൈസിൻ. സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ. Which of the following antimicrobial should not be given to a chronic asthmatic patient managed on the theophylline therapy? അതായത് ഡ്രഗ് ഇൻട്രാക്ഷൻ വരാൻ സാധ്യതയുള്ള ഡ്രഗ് എടുത്താൽ മതി ഈ ഒരു ഓപ്ഷനിൽ നിന്ന് അല്ലേ? തിയോഫിലിനുമായിട്ട് ഡ്രഗ് ഇൻട്രാക്ഷൻ വരാൻ സാധ്യതയുള്ള ഡ്രഗ് ഏതാണെന്ന് എടുത്താൽ മതി അല്ലേ? ഈ കൂട്ടത്തിൽ ഏതാണ്? എറിത്രോമൈസിൻ ആണ് തിയോഫിലിനുമായിട്ട് ഡ്രഗ് ഇൻട്രാക്ഷൻ വരുന്നത് അല്ലേ? എറിത്രോമൈസിൻ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ. എ ഗാർഡനർ ഗോട്ട് ഇൻജേർഡ് ഇൻ ദ ഫാം and had an infection of the leg with multiple draining tracts as given in the picture. The preferred drug for treatment is, ഇത് നമ്മുടെ സെല്ലുലൈറ്റിസ് ആണ് അല്ലേ? എൻ്റെ ഒരു അസംഷൻ സെല്ലുലൈറ്റിസ് ആയിട്ടാണ് അത് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രഗ് ഓഫ് ചോയ്സ് നമുക്ക് പറയാൻ പറ്റും. ഏത് തന്നെ പറയാൻ പറ്റും? നമുക്ക് ഡി ഓപ്ഷൻ കോട്രിമോക്സസോൾ തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഡി ഓപ്ഷൻ കോട്രിമോക്സസോൾ. ഇനി നമ്മളുടെ 27th ക്വസ്റ്റ്യൻ. 27th question. ശ്രദ്ധിക്കുക. A client is suffering from pulmonary tuberculosis. The first line drug for the condition is first line drug. ഒന്നും ഓർക്കേണ്ടത് ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? പ്രീസ്റ്റ്. പ്രീസ്റ്റ് എന്നങ്ങ് പഠിച്ചു വെച്ചാൽ മതി അല്ലേ? പൈറാസിനമൈഡ്, റിഫാംബസിൻ, ഐസോനിയാസിഡ്, എഥാംബ്യൂട്ടോൾ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ചോദിച്ചിരിക്കുന്ന a client is suffering from pulmonary tuberculosis. The first line drug for the condition is കാപ്രിമൈസിൻ. ഞാൻ പറഞ്ഞില്ല. പിറിഡോക്സിൻ ഞാൻ പറഞ്ഞില്ല അല്ലേ? റിഫാംബസിൻ ഉണ്ട് അല്ലേ? എഥാംബ്യൂട്ടോളാണ് പറഞ്ഞത്, എഥിയോണമൈഡ് അല്ല അല്ലേ? അപ്പോൾ ഈ റിഫാംബസിൻ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറയുന്നത്. സോ റിഫാംബസിൻ ഈസ് ദ റൈറ്റ് വൺ. ഇനി നമ്മുടെ 28th ക്വസ്റ്റ്യൻ. ഇൻ ചിൽഡ്രൻ ബിലോ 6 years of age, one of the anti-tubercular drug is contraindicated because children will not be able to appreciate and report visual field defects or changes in vision, which is a non-side effect of which of the following drug? ഇത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആന്റി ട്യൂബർക്കുലോസിസ് ഡ്രഗ്സ്, ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. E4 ഐ പ്രോബ്ലം, എഥാംബ്യൂട്ടോൾ. എഥാംബ്യൂട്ടോളിനാണ് എന്തുള്ളത്? എഥാംബ്യൂട്ടോളിനാണ് എന്തുള്ളത്? the side effect this eye problem ഉണ്ടാക്കുന്നത്. ഓക്കെ, റിഫാംബസിൻ നിങ്ങൾക്കറിയാം, റെഡ് ഓർ ഓറഞ്ച് കളേർഡ് യൂറിൻ. R4 റെഡ് ഓർ ഓറഞ്ച് കളേർഡ് യൂറിൻ. INH ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി. അതിനുവേണ്ടിയാണ് പിറിഡോക്സിൻ കൊടുക്കുന്നത്. പിന്നെ ഡി പൈറാസിനമൈഡ്, അത് ഹൈപ്പർ യൂറീസിമിയാണ് പ്രധാനപ്പെട്ട ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ എഥാംബ്യൂട്ടോൾ. E4 ഐ പ്രോബ്ലം. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ 28th ക്വസ്റ്റ്യൻ കഴിയുന്നു. 29th ക്വസ്റ്റ്യൻ. ഇത് സീഡമണാസ് ഇൻഫെക്ഷന്റെ ആണ് ആ ഒരു പിക്ചർ തന്നേക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ കണ്ടീഷൻ ഗിവൺ ഇൻ ദ പിക്ചർ? അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാർമക്കോളജി ക്ലാസ്സിൽ പറഞ്ഞു തരും. ഇപ്പോൾ തൽക്കാലം ഈ ഡ്രഗ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇറ്റ് ഈസ് സെഫ്റ്റാസിഡിം ആണ് നമ്മുടെ ആൻസർ. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, സെഫ്റ്റാസിഡിം. ഓക്കെ, ഇത് ഈ കണ്ടീഷൻസ് നമ്മുടെ ഇൻഡിഗമെന്ററി സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത് സീഡമണാസ് ഇൻഫെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. Okay, 30th question. A non-case of TB is now resistant to rifampicin and isoniazid. Which of the following would be the most appropriate in treating in this patient? പക്ഷേ ഈ ക്വസ്റ്റ്യന് ഇപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ചെറിയ ചേഞ്ചസ് ഉണ്ട് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ MDR TB, XDR TBയുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയും. ഇപ്പോൾ ഇത് MDR TB ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് കുറച്ച് ചെറിയ ചേഞ്ചസ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പറയും. ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് ബി ഓപ്ഷൻ ആണ് റൈറ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് ഈ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ദാറ്റ് മീൻസ് 6 drugs for 6 months and 4 drugs for 18 months. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രോട്ടോകോൾ പറഞ്ഞു തരണമെങ്കിൽ മിനിമം ഒരു 10 minutes എനിക്ക് പോകും. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഓക്കെ, ഫോർ ദിസ് MDR ആൻഡ് XDR TB ന്യൂ ഡ്രഗ് റെജിമെൻ ചെറിയ ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് തൽക്കാലം പഠിച്ചു വെച്ചേക്കുക. 6 drugs for 6 months and 4 drugs for 18 months. ഓക്കെ, ദിസ് ഫോർ MDR TB. ഇത് MDR TB ആണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് TB. നമ്മുടെ 30th ക്വസ്റ്റ്യൻ. ഓക്കെ, 31st ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സെക്കൻഡ് ജനറേഷൻ ആന്റിഹിസ്റ്റമിൻ? ഓക്കെ,
അപ്പോൾ ഇതും ജസ്റ്റ് നമുക്ക് ആൻസർ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലനേഷൻസ് തരുന്നില്ല. ദാറ്റ് ഈസ് അവർ സൈക്ലിസിൻ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, സൈക്ലിസിൻ. ഓക്കെ, നോട്ടയാണ് ചോദിച്ചിരിക്കുന്നത്, ബാക്കിയെല്ലാം തന്നെ എന്താണ് സെക്കൻഡ് ജനറേഷൻ ആന്റി ഹിസ്റ്റമിനിക്കിൽ വരുന്നത് തന്നെയാണ്. അതായത് നമ്മുടെ ഫോക്സോഫെറാഡിൻ, ലൊറാൻറ്റാഡിൻ, ഇതെല്ലാം തന്നെ അക്രിവാസ്റ്റിൻ, ഇതെല്ലാം തന്നെ എന്താണ് സെക്കൻഡ് ജനറേഷൻ തന്നെയാണ്. ഈ കൂടുതൽ വരാത്തത് സൈക്ലിസിൻ തന്നെയാണ്. ഓക്കെ, 32 മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആസ്പിരിൻ ഈസ് ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. എന്താണ് വിച്ച് ഒരു ഇൻവേഴ്സിബിലി വിച്ച് അഫക്റ്റ് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് അവർ സൈക്ലോ ഓക്സിജനേസ് 1 ആൻഡ് സൈക്ലോ ഓക്സിജനേസ് 2. ഓക്കെ, അതാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, വിച്ച് ഇൻഹിബിറ്റ് ഇൻവേഴ്സിബിലി ദ സൈക്ലോ ഓക്സിജനേസ് 1 ആൻഡ് സൈക്ലോ ഓക്സിജനേസ് 2. ഓക്കെ, അതാണ് നമ്മളുടെ 32nd ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി 33 എ പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ് കൂടുതൽ ബി ഓപ്ഷൻ ആസ്പിരിൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് NSAID ഷുഡ് ബി ഗിവൺ ടു ഹിം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ആസ്പിരിൻ. ഓക്കെ, ബി ഓപ്ഷൻ. ഓക്കെ, ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. നമ്മളുടെ 34th ക്വസ്റ്റ്യൻ പേഷ്യൻ്റ് അഡ്മിറ്റഡ് ഇൻ ദ വാർഡ് ഹാഡ് 3 episodes ഓഫ് വോമിറ്റിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഷുഡ് നോട്ട് ബി ഗിവൺ. അതായത് ഈ കൂട്ടത്തിൽ GI പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നോസിയ വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന ഡ്രഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ നോസിയ വോമിറ്റിംഗ് ഉണ്ടാക്കുന്ന ഹൈലി ആ ഒരു കാര്യത്തിൽ ഹൈലി നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണ് ട്രമഡോൾ ഇല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ, ട്രമഡോൾ. ഹിയർ വി ആർ നോട്ട് ഗിവിംഗ് ട്രമഡോൾ. ഓക്കെ, നമ്മളുടെ 35th ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആന്റി മൈഗ്രെയിൻ ഡ്രഗ് മൈറ്റ് ഹാവ് കോസ്ഡ് ദ സൈഡ് എഫക്ട് ഇൻ ദ പിക്ചർ. അതായത് കളർ ചേഞ്ചസ് ഇൻ അവർ എന്താണ് ഫിംഗേഴ്സ് ആൻഡ് ദിസ് എന്താണ് നമ്മളുടെ ടോസ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആന്റി മൈഗ്രെയിൻ ഡ്രഗ് വിച്ച് കോസസ് ദിസ് കളർ ചേഞ്ചസ് ഇൻ അവർ ഫിംഗേഴ്സ് ആൻഡ് ദിസ് ടോസ്, ദാറ്റ് ഈസ് അവർ എർഗോട്ടമിൻ ആണ് ആൻസർ. എർഗോട്ടമിൻ. ഓക്കെ, എർഗോട്ടമിൻ ഈസ് ദ ആൻസർ. ഡി ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 36 ലോഡിംഗ് ഡോസ് ഓഫ് എ ഡ്രഗ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ. ഓക്കെ, ഇപ്പോൾ ലോഡിംഗ് ഡോസ് നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു ദാറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം എടുക്കാൻ പറ്റുന്നത് ആ ഒരു ഫോർമുല വെച്ചിട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് വോളിയം ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ ദ ആൻസർ ഈസ് വോളിയം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, വോളിയം ഡിസ്ട്രിബ്യൂഷൻ. ലോഡിംഗ് ഡോസ് ഓഫ് ദ ഡ്രഗ് മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ വോളിയം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മളുടെ 37th ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോ ഡ്രഗ്. ഈ കൂടുതൽ ഒറ്റ ഒരാളേ ഉള്ളൂ പ്രോ ഡ്രഗ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് അവർ എൻലാപ്രിൽ ആണ്. എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ, എൻലാപ്രിൽ. ഓക്കെ, 38th ക്വസ്റ്റ്യൻ എ പേഷ്യൻ്റ്. അവിടെ കുറച്ച് പാർട്സ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എ പേഷ്യൻ്റ് കംസ് ടു OP ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ക്ലയന്റ് ഹാവിംഗ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പേഷ്യന്റിന് മോർഫിൻ, കാര്യം ഇത്രയേ ഉള്ളൂ, ഈ പേഷ്യന്റിന് മോർഫിൻ ആണ് അഡ്മിനിസ്റ്റർ ചെയ്തേക്കുന്നത് 3 hours. ഈ ക്വസ്റ്റ്യനിൽ ദ T-half ഓഫ് മോർഫിൻ ഈസ് 3 hours ആൻഡ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് 200 liter. പ്ലാസ്മ കോൺസെൻട്രേഷൻ ഈസ് 0.5 microgram/ml. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എല്ലാം ചെറിയ തെറ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ തെറ്റുകൾ ആദ്യം തിരുത്താം. ഓക്കെ, ഈ 200 ml ഇവിടെ എടുത്തോളൂ, 200 ml. ഓക്കെ, 0.5 mg/ml ആയിരിക്കും കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മോർഫിൻ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഈസ് 0.5 mg/ml ആണ് പറഞ്ഞേക്കുന്നത്. സോ 1 ml 0.5 mg അല്ലേ. T-half of the morphine 3 hours തന്നിട്ടുണ്ട് ആൻഡ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ 200 ml തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 200 ml എത്ര വരും? 200 ml അതായത് 0.5 × 200 അപ്പോൾ ഏതാണ്ട് 100 mg വരും. ഓക്കെ, അപ്പോൾ ഇത് 6 hours കഴിയുമ്പോൾ ഉള്ള കാര്യമാണ് ഈ 100 mg എന്ന് പറയുന്നത് അല്ലേ. 6 hours കഴിയുമ്പോൾ ഉള്ളത്, അതായത്
നമ്മുടെ ഈ മരുന്ന് കൊടുക്കുന്നത് 6 hours പീരീഡിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. മോർഫിന്റെ ഹാഫ് ലൈഫ് 3 hours ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പൊ 6 hours കാര്യമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് 6 hours 100 mg ആണ് ഉള്ളത്. 6 hour പീരീഡിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാ പറഞ്ഞേക്കുന്നത് അല്ലെ. 6 hour പീരീഡിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ 6 hour പീരീഡിൽ അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 300 milligram ആണുള്ളത്. ഹാഫ് ലൈഫ് എത്രയാണ്? 3 hours ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ 3 hours-നും 6 hours-നും മുമ്പ്, അതായത് 3 hours ആയിരിക്കുമ്പോൾ നമുക്ക് ബാക്കിലോട്ടൊന്ന് പോയി നോക്കാം അല്ലേ. 3 hours ആയിരുന്നപ്പം അത് എത്ര ആയിരുന്നിരിക്കാം? 100-ന്റെ, അതായത് 3 hours ആണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് 200 ആയിരിക്കാം 3 മണിക്കൂറിന് മുമ്പ് അല്ലേ. അതേപോലെ തന്നെ അത് ഇനിഷ്യലി എത്ര ആയിരിക്കാം? അത് അഡ്മിനിസ്റ്റർ ചെയ്തപ്പം അത് വീണ്ടും 3 മണിക്കൂറിന് മുമ്പ്, അതായത് അഡ്മിനിസ്റ്റർ ചെയ്ത സമയത്ത് എത്ര ആയിരിക്കാം? അത് 400 ആയിരിക്കാം, 400 mg ആയിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരിക്കും? 400 mg ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 3 hours തന്നിട്ടുണ്ട്, 6 hours ആണ് അഡ്മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 hours കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത്. 1 ml 0.5 mg ആണെന്ന് അറിയാം. അപ്പോൾ 200 ml ആണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ 200 ml എത്രയാണ്? 100 mg ആണ് അല്ലേ. അതാണ് ഇപ്പോൾ ഉള്ള കാര്യം. എത്രയാണ്? 100 mg ആണ്. ഇപ്പോൾ 3 മണിക്കൂറിന് മുമ്പ്, ഇപ്പൊ 6ാമത്തെ മണിക്കൂറാണ് അല്ലേ. 3 മണിക്കൂറിന് മുമ്പ്, അതായത് 3 hours, അവിടെ എത്രയാണ്? അവിടെ 200 ആയിരിക്കാം അല്ലേ. ഇനി അതിനും 3 മണിക്കൂർ മുമ്പ്, അതായത് തുടക്കത്തിൽ എത്ര ആയിരിക്കാം? 400 ആയിരിക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഈ ക്വസ്റ്റില് 6 hours അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് നമുക്ക് വായിക്കാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ക്ലിയർ ആയോ? ആൻസർ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ സ്പീഡ്, നമുക്ക് സമയമില്ല, ഇത്രയും തന്നെ പറയാൻ സമയമില്ല, പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ. Potency of a drug is a measure of its dose. Okay, potency of a drug is a measure of its dose. Okay, next question, 14th question. The drug given in the picture is given by which route? ഇത് റെക്ടൽ റൂട്ടിലൂടെ കൊടുക്കുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റെക്ടൽ റൂട്ട്. ഓക്കെ, സപ്പോസിറ്ററി ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 41. A patient has pH 7.21, bicarbonate 28 milliequivalents and partial pressure of carbon dioxide 50 milligram per mercury, 50 milligram mercury. What is the acid base disorder in this patient? അപ്പം ഇനി സമയക്കുറവ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ മെത്തേഡ്, ഒരു എളുപ്പമുള്ള മെത്തേഡ് വെച്ചിട്ട് അങ്ങ് ചെയ്ത് പോവുക. റോ മാത്രം ഉപയോഗിച്ച് പോവുക, റോ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന pH 7.21 ആണ് അല്ലേ. റോ മെത്തേഡിൽ ഒരു കാര്യം ഓർക്കുക, റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് മെറ്റബോളിക് ഈക്വൽ. ഇവിടെ pH തന്നിട്ടുണ്ട്, pH എത്രയാണ്? 7.21 ആണ് അല്ലേ. നമുക്കറിയാം നോർമൽ എത്രയാണ്? 7.35 to 7.45 ആണ്. അപ്പോൾ ഇവിടെ pH കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ആസിഡോസിസിനെയാണ് കാണിക്കുന്നത് അല്ലേ, pH കുറവാണ്. അതേപോലെ തന്നെ ബൈകാർബണേറ്റിന്റെ കാര്യം എങ്ങനെയാണ്? 28 milliequivalents ആണ്. അപ്പോൾ ബൈകാർബണേറ്റ് നമുക്കിവിടെ 22 to 26 milliequivalents per liter ആണ് വരേണ്ടത്. ഇവിടെ എത്രയാണ്? 28 ആണ്. അപ്പോൾ കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ബൈകാർബ് കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. HCO3 കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നോർമൽ എത്രയാണ്? 35 to 45 millimeter of mercury ആണ്. ഇവിടെ എത്രയാണ് തന്നേക്കുന്നത്? അത് കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ഇത് അവിടെ എലിവേറ്റ് ചെയ്തിരിക്കുകയാണ്, 50 ആണ് അല്ലേ. നമുക്കറിയാം റോ മെത്തേഡ് വെച്ചിട്ട് റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് ആണ്, മെറ്റബോളിക് ഈക്വൽ ആണ്. റെസ്പിറേറ്ററി ഓപ്പോസിറ്റ് അല്ലേ, ഇവിടെ ഈക്വൽ ആയിട്ട് വരുന്നില്ല അല്ലേ. അതായത് റെസ്പിറേറ്ററിക്ക് ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇപ്പൊ pH ഇവിടെ കുറയുന്നു അല്ലേ. കാർബൺ ഡയോക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുന്നു. കറക്റ്റായി അല്ലേ. മെറ്റബോളിക് ആവുകയാണെന്നുണ്ടെങ്കിൽ pH കുറഞ്ഞപ്പം ഇവിടെ ബൈകാർബണേറ്റും കുറയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അപ്പം ഇത് മെറ്റബോളിക് അല്ല എന്ന് മനസ്സിലായി അല്ലേ. ഇവിടെ റെസ്പിറേറ്ററി ആണെന്ന് മനസ്സിലായി അല്ലേ. അസിഡോസിസ് ആണെന്ന് മനസ്സിലായി അല്ലേ. റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. കോമ്പൻസേഷൻ നടന്നിട്ടുണ്ടോ? ഒരു ചെറിയ കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട്. 22 to 26 ആണ് നമ്മളുടെ എന്താണ് ബൈകാർബണേറ്റിന്റെ ലെവൽ ആവേണ്ടത്.
അപ്പോൾ അതർ സൈഡിലെ ബൈകാർബണേറ്റ് ഇവിടെ ഇത്തിരി ഒന്ന് എലിവേറ്റ് ചെയ്തിട്ടുണ്ട്, 28 ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയൊരു കോമ്പൻസേഷൻ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ റെസ്പിറേറ്ററി ആസിഡോസിസ് ആയിരിക്കണം വരേണ്ടത് വിത്ത് റീനൽ കോമ്പൻസേഷൻ. അപ്പോൾ സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, റെസ്പിറേറ്ററി ആസിഡോസിസ് വിത്ത് റീനൽ കോമ്പൻസേഷൻ, ഇറ്റ് ഈസ് ദ റൈറ്റ് വൺ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, സമയമില്ല, നമുക്ക് വേറെ മെത്തേഡൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു സമയക്കുറവുണ്ട്, ഈ ഒരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, 41st ക്ലിയർ. സോ 42nd ക്വസ്റ്റ്യനോട് പോവാം. അതും ഏതാണ്ട് ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. ഓക്കെ, എ പേഷ്യന്റ് ഓഫ് ക്രോണിക് കിഡ്നി ഡിസീസ് ഈസ് ഹാവിംഗ് protracted vomiting. ABG report is pH 7.4, partial pressure of carbon dioxide 40 mm of mercury, bicarbonate 25 milliequivalents, sodium 145 milliequivalents, and chloride is 100 milliequivalents. Diagnosis is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നോക്കുക. pH 7.4, ഓക്കെ, ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 40 mm ഓഫ് മെർക്കുറി, ബൈകാർബണേറ്റ് 25 milliequivalents. ആ കാര്യം നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്കുക. pH അപ്പോൾ ഇവിടെ 7.4 ആണ് അല്ലേ, ഏതാണ്ട് ഒരു നോർമൽ റേഞ്ച് നിൽക്കുകയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് 35 to 45 ആണ്, നോർമൽ റേഞ്ചിലാണ് നിൽക്കുന്നത്. ബൈകാർബണേറ്റ് 22 to 26, അതും ഇതിനകത്ത് നോർമൽ റേഞ്ചിലാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്കപ്പോൾ ഇനി നമ്മളുടെ ആനോൺ ഗ്യാപ്പ് ഒന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഇവിടെ സോഡിയം 145 milliequivalents ആൻഡ് ക്ലോറൈഡ് ഈസ് 100 milliequivalents. പക്ഷേ ഇവിടെ ഏതോ ഒരു പാരാമീറ്റർ വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് കേട്ടോ. അതായത് 145 ഓക്കെ, ഇതിനകത്ത് ഒരു പാരാമീറ്റർ അല്ലല്ല, ബൈകാർബണേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ബൈകാർബണേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് അയോൺസ് മൈനസ് നെഗറ്റീവ് അയോൺസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനോണിക് ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ 100 പ്ലസ്, അതായത് നമുക്കിവിടെ നെഗറ്റീവ് അയോൺസ് ഏതൊക്കെയാണ്? ബൈകാർബണേറ്റ് അയോൺസും ഉണ്ട്, ക്ലോറൈഡ് അയോൺസും ഉണ്ട് അല്ലേ. 100 + 25 അതായത് 125 വരും അല്ലേ. Na + 145 ആണ്. അപ്പോൾ 145 മൈനസ് 125 വരും, ഏതാണ്ട് 20. ഇപ്പോൾ ഇവിടെ ആനോണിക് ഗ്യാപ്പ് ഉണ്ട്, നമുക്കൊരു 15 വരെയൊക്കെ വരാം, 15, 16 ഒക്കെ വരാം. അപ്പോൾ ഇവിടെ ആനോണിക് ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഹിയർ ആനോണിക് ഗ്യാപ്പ് ഈസ് ദെയർ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു കാര്യം ഓർക്കാം. ആനോണിക് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേഷൻ ആണ്. എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് മെറ്റബോളിക് ആസിഡോസിസ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഹൈ ആനോണിക് ഗ്യാപ്പ് വിത്ത് മെറ്റബോളിക് ആസിഡോസിസ് ആണ് നമ്മളുടെ ആൻസർ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം നമുക്കത്, അതായത് നമ്മളുടെ പോസിറ്റീവ് അയോൺസ് മൈനസ് നെഗറ്റീവ് അയോൺസ്. ഇവിടെ പോസിറ്റീവ് അയോൺസ് 145 milliequivalents, ദാറ്റ് മീൻസ് സോഡിയം അല്ലേ. നെഗറ്റീവ് അയോൺസ് ബൈകാർബണേറ്റും ഉണ്ട്, ക്ലോറൈഡും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് മൈനസ് നെഗറ്റീവ് അയോൺസ്, നമുക്ക് അവിടെ ആനോണിക് ഗ്യാപ്പ് അവിടെ കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ 15 to 16 ഒക്കെ നോർമലായിട്ട് പറയാം, പക്ഷേ ഇവിടെ എലിവേറ്റ് ചെയ്തിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മളുടെ ആൻസർ. ഇറ്റ് ഈസ് മെറ്റബോളിക് അസിഡോസിസ് വിത്ത് ആനോണിക് ഗ്യാപ്പ് ആണ്. ഓക്കെ, 43. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡൺ ബിഫോർ ABG? ഇതൊക്കെ അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. ഇവിടുത്തെ ആൻസർ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് ദ അറസ്റ്റ് ചെയ്തുവിടാത്ത കാര്യമാണ്. ഓക്കെ, 44. A 30-year client is admitted with severe breathlessness. He is drowsy and speaks in non-syllables. Saturation of oxygen is 90% on 15-liter high-flow mask and salbutamol nebulization. ABG is done. Which of the following is of most concern in ABG report of the patient? അപ്പോൾ ഇവിടെ മോസ്റ്റ് കൺസേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ ലോ pH തന്നെയാണ്. സോ മോസ്റ്റ് കൺസേൺ ഫോർ
this low pH. Okay, low pH ആണ് most concerned. കാര്യം ഇവിടെ acidosis ആണ് നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. So we have to put more concern for that low pH. Okay. 45th question. The assigned nurse is explaining to the group of nursing students about the arterial blood gas analysis or sampling. Which of the following point explained by the assigned nurse indicate poor understanding related to the topic? Okay. അതെന്താണ്? ഇവിടെ നമ്മൾ 3 ml 0.3 ml ഹെപ്പാരിൻ നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്ത് വെക്കത്തൊന്നുമില്ല അല്ലേ. നമ്മളൊരു വാഷ് കൊടുക്കാറുണ്ട്, ഹെപ്പാരിൻ വാഷ് കൊടുക്കാറുണ്ട്. സോ ദ സിറിഞ്ച് ഈസ് ഫിൽഡ് വിത്ത് 0.3 ml ഹെപ്പാരിൻ പ്രിയർ ടു ഡ്രോയിങ് ബ്ലഡ് എന്നുള്ളത് തെറ്റാണ്. നമ്മളൊരു ഹെപ്പാരിൻ വാഷ് കൊടുക്കാറുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റേഡിയൽ ആർട്ടറി ഇസ് ദ പ്രിഫേർഡ് സൈറ്റ്. നോർമൽ ലെവൽസ് ബൈകാർബണേറ്റ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് pH ഡസ് നോട്ട് എക്സ്ക്ലൂഡ് ആസിഡ് ബേസ് ഡിസ്റ്റർബൻസ്. And D, different site is chosen if modified Allen test is positive on the side. Okay, അപ്പോൾ B option is the right one. 46th one. Okay, ABG of a patient shows decreased pH, increased partial pressure of carbon dioxide and high bicarbonate. Diagnosis is ഇത് നമ്മുടെ റോ മെത്തേഡ് തന്നെ വെച്ചിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഡിക്രീസ്ഡ് pH ആണ്, pH കുറഞ്ഞിരിക്കുന്നു. ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്, ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ്, ഹൈ ബൈകാർബണേറ്റ് ആണ്. ഓക്കെ, ഹൈ ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ ഇവിടെയും റെസ്പിറേറ്ററി ആയിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മെറ്റബോളിക് ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് റെസ്പിറേറ്ററി അസിഡോസിസ് തന്നെയാണ്, റെസ്പിറേറ്ററി അസിഡോസിസ്. അതേപോലെ തന്നെ ഒരു കാര്യം, കോമ്പൻസേഷൻ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതർ സിസ്റ്റം എടുക്കാം. റെസ്പിറേറ്ററി വരുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റബോളിക് ആണ് അതർ സിസ്റ്റം. ഇവിടെ ബൈകാർബണേറ്റ് അതർ സിസ്റ്റം. ബൈകാർബണേറ്റും എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ എലിവേറ്റ് ചെയ്തിരിക്കുന്നു ബൈകാർബണേറ്റും. സോ ഇവിടെ കോമ്പൻസേഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് റെസ്പിറേറ്ററി acidosis compensated. B option is the right one. Clear? Respiratory acidosis here, compensation also here. Okay, B option is the right one. In the 47th question, the junior registered nurse is reading the patient's partial pressure of carbon dioxide value of arterial blood gas report. To interpret this ABG report, she must know the normal values of partial pressure of carbon dioxide parameter. Help the nurse in identifying the correct value. നമ്മൾ മില്ലിമീറ്റർ ഓഫ് മെർക്കുറിയിലേ പഠിച്ചു വെക്കത്തുള്ളൂ, പക്ഷേ ഇവിടെ കിലോ പാസ്കലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എ ഓപ്ഷൻ തന്നെയാണ്. 4.726 കിലോ പാസ്കൽ ആണ്. ഇത് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി പറയുമ്പോൾ 35 to 45 millimeter of mercury ആണ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അവർ 47th question. ഓക്കെ, ഇനി നമ്മളുടെ 48th. ഓക്കെ, നിങ്ങളുടെ ആരുടെയും കമ്മ്യൂണിക്കേഷൻ ഒന്നും വരുന്നില്ല, ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? കുറച്ച് സ്പീഡ് നമുക്ക് പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുന്നത്. ആരുടെയും കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ സ്പീഡ് കുറയ്ക്കാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹലോ, ഓക്കെ. 49th question. During your morning shift duty, the team leader has assigned 4 patients to you with the respective diagnosis. Okay, while reading the ABG reports of all the patients, in which the assigned nurse can expect a normal anion gap metabolic acidosis. നോർമൽ ആനയോൺ ഗ്യാപ്പ് മെറ്റബോളിക് അസിഡോസിസ് സംഭവിക്കുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ ഡയേറിയയിലാണ്. ഓക്കെ, ഡയബറ്റിക് കീറ്റോ അസിഡോസിസിൽ ഒരു ഹൈ ഗ്യാപ്പാണ് വരുന്നത്, ഹൈ ആനയോൺ ഗ്യാപ്പാണ് വരുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞത്. ഡയേറിയയിലാണ് നോർമൽ ആനയോൺ ഗ്യാപ്പ് മെറ്റബോളിക് അസിഡോസിസ് വരുന്നത്. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ് നമ്മുടെ ഡയേറിയയിൽ വരുന്നു. ഓക്കെ, ഇപ്പോൾ വൊമിറ്റിങ്ങിൽ വരുന്നത് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് വൊമിറ്റിങ്ങിൽ വരുന്നത്. അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്തങ്ങ് പഠിച്ചു വെച്ചേക്കുക. കാര്യം വൊമിറ്റ് ചെയ്യുമ്പം നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് അല്ലേ ഉള്ളത്, അപ്പോൾ ആസിഡ് എല്ലാം പുറത്തോട്ട് പോകുന്നു. ആസിഡ് പുറത്തോട്ട് പോകുമ്പം അവിടെ ആൽക്കലോസിസ് വരാം. ഓക്കെ, അങ്ങനെ കൊടുത്തു വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് വൊമിറ്റിങ്ങിൽ സംഭവിക്കുന്നത്, ഡയറിയയിൽ സംഭവിക്കുന്നത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. ഓക്കെ, ഓർക്കാം. അപ്പോൾ അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മളുടെ 50th question. ഓക്കെ,
You have received the ABG report of your assigned patient from the lab, which indicates metabolic acidosis. കാര്യം നമുക്ക് ഇത് വലിയ രീതിയിലൊക്കെ പറയാൻ പറ്റും, പക്ഷേ ഈ ചെറിയ സമയം കൊണ്ട് ഏറ്റവും സിമ്പിളായി പറഞ്ഞു തന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ചില മെത്തേഡ്സ് ഞാൻ ചൂസ് ചെയ്തത് കേട്ടോ. കുറച്ച് സ്പീഡ് കൂടുന്നത് എനിക്കറിയാം, എങ്കിലും നമുക്ക് തീർക്കണം ഇത് പെട്ടെന്ന്. So you have received the ABG report of your assigned patient from the lab, which indicates metabolic acidosis. അപ്പോൾ മെറ്റബോളിക് അസിഡോസിസ് ആണ്. അപ്പോൾ അവിടെ ഒറ്റ കാര്യം ഓർത്താൽ മതി നിങ്ങൾ. മെറ്റബോളിക് അസിഡോസിസ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഒരു ഹൈപ്പർ വെന്റിലേഷൻ വഴി കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് അവിടെ നടത്തണം. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഹൈപ്പർ വെന്റിലേഷൻ വരുന്ന ഒരു ഓപ്ഷൻ അങ്ങ് നോക്കിയാൽ മതി. കോമ്പൻസേറ്ററി മെക്കാനിസം. ഓക്കെ, വൺ ഓഫ് ദ ട്രെയിനിങ് നേഴ്സ് ആസ്ക് യു ടു അബൌട്ട് ദ മെക്കാനിസം ഓഫ് കോമ്പൻസേറ്ററി പ്രോസസ് involved in this condition. Okay, which of the following statement provided by the registered nurse reflect her proper understanding about the compensatory process involved in metabolic acidosis? Metabolic acidosis ന്റെ കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മളുടെ ആർട്ടീരിയൽ അസിഡോസിസ് ആണ് അല്ലേ. അപ്പോൾ pH കുറവാണ് അല്ലേ. സോ ആർട്ടീരിയൽ ആൻഡ് CSF pH ലോ ആയിരിക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? സ്റ്റിമുലേഷൻ ഓഫ് ദ മെഡില്ലറി കീമോ റിസപ്റ്റേഴ്സ് അല്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് കീമോ റിസപ്റ്റേഴ്സിന്റെ സ്റ്റിമുലേഷൻ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് കയറി കൂടും അല്ലേ. അതായത് ടൈഡൽ വോളിയം, റെസ്പിറേറ്ററി റേറ്റ് അതൊക്കെ കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് സംഭവിക്കും, അതായത് ഹൈപ്പർ വെന്റിലേഷൻ സംഭവിക്കും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് സംഭവിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് സംഭവിക്കും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. ഓക്കെ, അതാണ് നമ്മളുടെ എ ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ റൈറ്റ് ആയിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അവർ 50th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. 51. ഓക്കെ, യു ഹാവ് റിസീവ്ഡ് വൺ പേഷ്യന്റ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓൺ എക്സാമിനേഷൻ ദ പേഷ്യന്റ് ഈസ് അൺകോൺഷ്യസ്, ഡിപ്രസ്ഡ് വെന്റിലേഷൻ, ഷാലോ ആൻഡ് സ്ലോ റെസ്പിറേഷൻസ് ആണ് പറഞ്ഞേക്കുന്നത്, റാപ്പിഡ് ഹാർട്ട് റേറ്റ്. ഓക്കെ, ആൻഡ് ഈസ് പ്രൊഫ്യൂസ്ലി bleeding from the both ears. Okay, which primary acid base imbalance the patient is at risk for if medical attention is not provided? അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാത്തിൻ്റെയും റെസ്പിറേറ്ററി അസിഡോസിസ്, മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് എല്ലാത്തിനെയും ആ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കണം അല്ലേ. ഇവിടെ റെസ്പിറേറ്ററി അസിഡോസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അൺകോൺഷ്യസ്, ഡിപ്രസ്ഡ് വെന്റിലേഷൻ, ഷാലോ ആൻഡ് സ്ലോ റെസ്പിറേഷൻസ്. Okay, rapid heart rate. Okay, profusely bleeding from both the ears. ഇതെല്ലാം നമ്മളുടെ റെസ്പിറേറ്ററി അസിഡോസിന്റെ സിംറ്റം ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 52nd ക്വസ്റ്റ്യൻ. ഇന്റർപ്രറ്റ് ദ ഫോളോയിങ് ABG values. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 40, ബൈകാർബണേറ്റ് 55 ആൻഡ് pH 7.7. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. pH 7.7 ആണ്. അപ്പോൾ pH കൂടിയിരിക്കുക അല്ലേ. 7.35 to 7.45 ആണ് നമ്മുടെ നോർമൽ വാല്യൂ. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ നോർമൽ വാല്യൂ 35 to 45 ആണ് ഇവിടെ. അപ്പോൾ അത് നോർമൽ വാല്യൂ ആണ്. PCO2 ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ അല്ലേ. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ബൈകാർബണേറ്റ് നമുക്ക് 22 to 26 മില്ലി ഇക്വലൻസ് പെർ ലിറ്റർ ആണ്. ഇവിടെ എത്ര ആണ്? 55 ആണ് തന്നിരിക്കുന്നത് അല്ലേ. കൂടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, റോം പറഞ്ഞു അല്ലേ. റെസ്പിറേറ്ററി ഓപ്പോസിറ്റ്, മെറ്റബോളിക് ഈക്വൽ. മെറ്റബോളിക് ആണെന്ന് മനസ്സിലായി അല്ലേ. pH ഇവിടെ കൂടിയിരിക്കുന്നു അല്ലേ. pH കൂടുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. pH കുറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ ആൽക്കലോസിസ് ആണെന്ന് മനസ്സിലായി, മെറ്റബോളിക് ആണെന്ന് മനസ്സിലായി അല്ലേ. പക്ഷേ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അവിടെ കോമ്പൻസേഷൻ ഒന്നും അങ്ങനെ നടന്നിട്ടില്ല അല്ലേ. കോമ്പൻസേഷൻ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതർ സിസ്റ്റത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നേനെ അല്ലേ. അപ്പോൾ ഇവിടെ മെറ്റബോളിക് ആൽക്കലോസിസ് ആണ്. അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും റൈറ്റ് വൺ. അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആൽക്കലോസിസ് ആയിരിക്കും റൈറ്റ് വൺ. അവർ ഡി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വൺ. ക്ലിയർ മനസ്സിലായോ? അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. ഇനി നമ്മളുടെ 53rd. ഓൾ ആർ യൂസ്ഫുൾ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് മെറ്റബോളിക് ആൽക്കലോസിസ് എക്സെപ്റ്റ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ആൽക്കലോസിസ് ആണ്. അപ്പോൾ പൊട്ടാസ്യം ക്ലോറൈഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ നമ്മൾ കേൾക്കാത്ത സാധനം ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. സോ അമോണിയം ക്ലോറൈഡ് ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, അമോണിയം ക്ലോറൈഡ്.
Sorry. Ammonium chloride is our right option. Ammonium chloride. Okay, another question 54. Okay, listen. In metabolic acidosis caused by diabetic ketoacidosis, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ഡയബറ്റിക് കീറ്റോഅസിഡോസിസിലെ ഒരു ഹൈ ആനോൺ ഗ്യാപ്പ് ആണ് വരുന്നത്. അതായത് നമ്മൾ പോസിറ്റീവ് അയോൺസ് എടുത്തിട്ട് അതിൽ നിന്നും നെഗറ്റീവ് അയോൺസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് ആനോൺ ഗ്യാപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈ ആനോൺ ഗ്യാപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ സമയം കളയണ്ട. ഇൻ മെറ്റബോളിക് അസിഡോസിസ് കോസ്ഡ് ബൈ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ദ ഗ്രേറ്റർ ദാൻ നോർമൽ. അവിടെ സംഭവിക്കുന്നത് ഏതാണ്? ആനോൺ ഗ്യാപ്പ് ആണ്. ഓക്കെ, ആനോൺ ഗ്യാപ്പ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഒരു ഹൈ ആനോൺ ഗ്യാപ്പ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, 54. 55. You are assigned to provide care to a patient with the ileostomy. The client is at risk for developing which of the following acid-base disorder? ഇലിയോസ്റ്റമിയിൽ വരുന്നത് അതും എന്താണ്? മെറ്റബോളിക് അസിഡോസിസ് തന്നെയാണ് ഇലിയോസ്റ്റമിയിലും വരുന്നത്. മെറ്റബോളിക് അസിഡോസിസ്. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ് ഈസ് അവർ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, മെറ്റബോളിക് അസിഡോസിസ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആ പിക്ചർ കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റും. You are working in the dermatological clinic. During your shift, a 34-year-old male client presents with the complaints of sore on the lower lip are shown in the given image. Identify the condition of the client based on the presenting complaints. അല്ലേ, അത് ഹെർപെക്സ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ ആണ്. ഇതൊരു ക്ലാസിക്കലായിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു പിക്ചറാണത്, ഹെർപസ് സിംപ്ലക്സ് ഇൻഫെക്ഷൻ. ഓക്കെ, എ ആണ് ആൻസർ. Next 57. Okay, a patient admitted with the provisional diagnosis of herpes zoster, that means shingles. Okay, which of the following tests the nurse would expect to be ordered by the doctor to confirm the diagnosis? ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഏതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? കൾച്ചർ ഓഫ് ദ ലീഷൻ ആയിരിക്കും ചെയ്യുന്നത്. കൾച്ചർ ഓഫ് ദ ലീഷൻ. ഓക്കെ, കൾച്ചർ ഓഫ് ദ ലീഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൾച്ചർ ഓഫ് ദ ലീഷൻ. അപ്പോൾ നമ്മുടെ എ ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. 58th question. Okay, Rita, a registered nurse working in the oncological floor is assigned to provide care to the patient admitted for cryosurgery. അതായത് എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ചെയ്യുന്ന സർജറി ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് എ മാലിഗ്നന്റ് സ്കിൻ ലീഷൻ. Which instruction followed by the nurse reflect a proper knowledge related to cryosurgery? അതായത് എന്തായിരിക്കും? ക്രയോസർജറിക്ക് മുമ്പ് we have to clean the site with hydrogen peroxide to prevent infection. നമ്മളുടെ ബി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വൺ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 59th question. The patient who is admitted with the diagnosis of herpes zoster is prescribed acyclovir, that means Sovirax 200 mg per oral 5 times a day. The nurse should inform the patient that the drug may cause, direct ആണ്, എന്താണ്? acyclovir diarrhea ഉണ്ടാക്കും. So D, നമ്മളുടെ C option is the right one. Diarrhea is the right answer. ഇനി നമ്മളുടെ 60th question. നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ നിൽക്കാത്തത്. 60th question. The assigned nurse of skin ward is providing discharge education to her patient, during which she informed him to use the emollient immediately after taking the bath. Emollients immediately after taking the bath നമ്മൾ എന്തിനാ ഉപയോഗിക്കണമെന്ന് പറയുന്ന പേഷ്യൻസിന്റെ അടുത്ത്? ഒന്നുമില്ല, എന്താണ്? To lock the water in the hydrated epidermis. Okay, അതിനു വേണ്ടിയാണ് പറയുന്നത്. Okay, so the patient asked why the emollient should be applied immediately after a bath. Select the possible response to be made by the assigned nurse. നല്ല ക്വസ്റ്റൻ ആട്ടോ ഇത്. To lock the water in the hydrated epidermis. Okay, അതാണ് ആൻസർ. അപ്പോൾ നമ്മളുടെ എ ഓപ്ഷൻ ആണ് ആൻസർ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഇനി നമ്മളുടെ ഇവിടെ എല്ലാം നമ്മളുടെ ക്വസ്റ്റ്യൻസ് പലതും നമുക്ക് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഓക്കെ, പോയിക്കോട്ടെ. ഇവിടെ ടീനിയ ക്രൂറിസിന്റെ സൈൻസ് ആ സിംറ്റംസ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അതായത് ഇച്ചിങ് ഓവർ ദ ഗ്രോയിൻ. ഓക്കെ,
അതായത് സ്മാൾ റെഡ് സ്കെയിലിംഗ് പാച്ചസ് ഓവർ ദ ഗ്രോയിൻ ഏരിയ വിച്ച് എക്സ്റ്റെൻഡഡ് ടു ഇന്നർ തൈ ആൻഡ് ബട്ടക് ഏരിയ. അപ്പോൾ ഇത് നമ്മളുടെ ടേനിയ ക്രൂറിസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ഓക്കെ, ടേനിയ ക്രൂറിസ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ടേനിയ ക്രൂറിസ് ആണ്. അതായത് ഇച്ചിങ് ഓവർ ദ ഗ്രോയിൻ ഏരിയ, അതേപോലെ തന്നെ എന്താണ് സ്മാൾ റെഡ് സ്കെയിലിംഗ്. ഓക്കെ, small red scaling patches over the groin area which is extended to inner thigh and buttocks area. Okay, it is the signs and symptoms of our tinea cruris. Okay, next 62. You are assigned to provide care to an old age patient with a history of renal impairment and admitted as a case of severe staphylococcus infection. ഇവിടെ ജെൻഡാമൈസിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അല്ലേ, അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജെൻഡാമൈസിൻ സൾഫേറ്റ്, ഗാരാമൈസിൻ കൊടുക്കുന്നു. IV റൂട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. The nurse should assess the patient for which adverse reaction to this person, old age person ആണ്. ഇവിടെ ടെനിറ്റസ് ഉണ്ടാകാറുണ്ട് അല്ലേ, റിംഗിങ് സെൻസേഷൻ ഇൻ ദ ഇയർ ഉണ്ടാകാറുണ്ട് അല്ലേ, ആസ് എ ജെൻഡാമൈസിൻ ടോക്സിസിറ്റി. നെഫ്രോടോക്സിക് ആണ് നമുക്കറിയാം, വെർട്ടൈഗോ ഉണ്ടാക്കും അറിയാം. അപ്പോൾ ഡി ഓൾ ദ എബവ് ആണ് റൈറ്റ് വൺ. Okay, 63. During your morning shift, you have received a patient from the OPD with the diagnosis of malignant melanoma. While performing the initial assessment, which of the following the nurse will most likely to expect in the patient? അല്ലേ, അപ്പോൾ ഇവിടെ മെലനോമയാണ്. അപ്പോൾ ഇവിടെ ഇറഗുലർ ഷേപ്ഡ് ലീഷൻ ആയിരിക്കും. ആൻഡ് ഇറഗുലർ ഷേപ്ഡ് ലീഷൻ, എ ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. അപ്പോൾ ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു ഫർദർ എക്സ്പ്ലനേഷൻ പോലും ആവശ്യമില്ല. ആൻഡ് ഇറഗുലർ ഷേപ്ഡ്, ഇതും നമുക്കറിയാവുന്ന തന്നെ എത്ര തവണ നമ്മൾ കണ്ടത് അല്ലേ. അതായത് എന്താണ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സ്കിൻ ലീഷൻ ആസ് ഷോൺ ഇൻ ദ ഗിവൺ ഇമേജ്. ആ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ദാറ്റ് ഈസ് അവർ ബുള്ളെ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ്, ബുള്ളെ ഈസ് ദ റൈറ്റ് വൺ. ബി ഓപ്ഷൻ. ഓക്കെ, ഇനി നമ്മളുടെ 65th ക്വസ്റ്റ്യൻ. A group of nursing students discussing about the patient's clinical condition who is diagnosed with the psoriasis. Select the most suitable condition which the nursing students will talk about related to this skin disorder. Okay. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ ദ മോസ്റ്റ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ദ മോസ്റ്റ് സ്യൂട്ടബിൾ കണ്ടീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മുടെ മോസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സിൽവറി വൈറ്റ് സ്കെയിലി പാച്ചസ് ഓൺ ദ സ്കാൽപ്പ്, എൽബോ, നീ ആൻഡ് സേക്രൽ റീജിയൻ അസോസിയേറ്റഡ് വിത്ത് പാമാർ പസ്റ്റൂൾസ്. ലീഷൻ റിമെയിൻ 1 centimeter wide and are scattered like a raindrop over the body. അപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദി എബോ എടുക്കാൻ പറ്റും. ഈ ചോയ്സിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും ദ മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ നമ്മൾ മോസ്റ്റ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ്. നമുക്ക് ഓൾ ദി എബോ തന്നെ എടുക്കാൻ സാധിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്, ഓൾ ദി എബോ. ഓക്കെ, ഇനി നമ്മുടെ 66th. All the following condition is considered to be the complication of psoriasis except arthritis വരാം അല്ലേ, എറിത്രോഡെർമിക് സോറിയാസിസ് വരാം, സ്കിൻ ക്യാൻസർ വരാം. ഈ കൂടുതൽ വരാത്തതാണ് എക്സീമ, ഹെർപെറ്റിക്കം വരത്തില്ല അല്ലേ. അതായത് നമ്മളുടെ എ ഓപ്ഷൻ വരില്ല, എക്സീമ ഹെർപെറ്റിക്കം വരില്ല. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 66th ക്വസ്റ്റ്യൻ. ഇനി നമ്മളുടെ 67th ക്വസ്റ്റ്യൻ. While checking the patient's prognosis shift after the senior consultant round, you have noticed that the doctor has started the systemic pharmacological therapy for your assigned patient who is admitted with the extensive psoriasis. Okay, psoriasisന്റെ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. The nurse you would accept which drug to be started by the doctor under systemic pharmacological therapy for extensive psoriasis അല്ലേ. നമ്മളിവിടെ കൊടുക്കുന്ന ഏതാണ് നമ്മളുടെ ഡ്രഗ് ഓഫ് ചോയ്സ്? മെത്തോട്രക്സേറ്റ് തന്നെയാണ് നമ്മളുടെ ഡ്രഗ് ഓഫ് ചോയ്സ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. മെത്തോട്രക്സേറ്റ്, ബി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 68th ക്വസ്റ്റ്യൻ. 68th ശ്രദ്ധിക്കുക. The nursing students who are posted in the skin ward helping the morning shift nurse in bedside care of a patient with a pemphigus vulgaris.
The student, while reading the patient's chart, observed that the doctors have mentioned, അത് ഓർക്കുക, നല്ലൊരു ക്വസ്റ്റൻ ആണിത്. ദാറ്റ് ഈസ് പോസിറ്റീവ് നിക്കോൾക്കി സൈൻ. പോസിറ്റീവ് നിക്കോൾസി സൈൻ. അപ്പോൾ പോസിറ്റീവ് നിക്കോൾസി സൈൻ ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. They become very curious and asked this to assigned nurse. Select the most appropriate answer to be given by the assigned nurse from the following. കാര്യം നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ലെങ്ത് ആയിപ്പോയി, അത് നമുക്കൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഇവിടെ നിക്കോൾസി സൈൻ ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, എന്താണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അത് ഫീൽ ചെയ്യുന്നതാണ് അല്ലേ. അതായത് സ്ലൈറ്റ് ഫ്രിക്ഷൻ ഓർ റബ്ബിംഗ് കോസസ് എക്സ്ഫോളിയേഷൻ ഓഫ് ദ സ്കിൻ അല്ലേ. പീലിംഗ് എന്നല്ല പറയേണ്ട, എക്സ്ഫോളിയേഷൻ ഉണ്ടാക്കുന്നു. എക്സ്ഫോളിയേഷൻ ഓഫ് ദ സ്കിൻ, ദാറ്റ് ഈസ് ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ബി ഓപ്ഷൻ. ഓക്കെ, slight friction or rubbing causes exfoliation of the skin, that is our Nicolsi sign. Okay, അതാണ് ചോദിച്ചത് പരീക്ഷയ്ക്ക്. Okay, 69. Which of the following test is used to distinguish between Stevens-Jones syndrome or toxic epidermal necrolysis from staphylococcal scaled skin syndrome? Okay, അപ്പോൾ എങ്ങനെയാണിത് മനസ്സിലാക്കുന്നത്? ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. എന്താണ് ഇത് പറയാൻ പറ്റും ആർക്കെങ്കിലും? സ്റ്റെഫിലോകോക്കൽ സ്കെയിൽഡ് സ്കിൻ സിൻഡ്രോവും നമ്മളുടെ സ്റ്റീവൻ ജോൺസ് സിൻഡ്രോവും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ടെസ്റ്റ് പറയാൻ പറ്റുമോ? നല്ല ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ആണ്, കിട്ടേണ്ടതാണ്. കാര്യം DME DHS പരീക്ഷകൾക്കൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് നമ്മളുടെ സി ഓപ്ഷൻ ആണ്. എന്താണ്? സാങ്സ്മിയർ ആണ്. ഓക്കെ, സാങ്സ്മിയർ. ഓക്കെ, C option is the right one. Okay. Next, our 70th question. 70th question. A 60-year-old woman presents with a severe drug-induced reaction. Within a few days, the skin begins to blister and peel after a flu-like symptoms. The insulting drug was carbamazepine. Okay. Tegretol. On examination, extensive necrosis and detachment of the epidermis, which involves skin and mucosal surfaces, that means genitals, eyes and mouth, where assess identify the condition of the patient. നേരത്തെ പറഞ്ഞ ആ ഒരു ക്വസ്റ്റിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് ആക്ച്വലി. ഇത് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രത്തിന്റെ എന്താണ് സിംറ്റംസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ്റ്റൻസീവ് നെക്രോസിസ് ആൻഡ് detachment of this epidermis. Okay, especially എവിടെയാണ് നമ്മളുടെ സ്കിൻ ആൻഡ് mucosal surfaces of this genitals, eyes. ഓക്കെ, ആ ഏരിയയിലൊക്കെയാണ് അല്ലേ. അതേപോലെ തന്നെ മൗത്ത്. ഇത് സ്റ്റീഫൻ ജോൺസ് സിൻഡ്രോം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണ് തന്നിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 71st question. Which of the following drug is not considered to be the trigger for Stephen Johnson syndrome? ഓക്കെ, ഇതിലേതാണ് സ്റ്റീഫൻ ജോൺസ് സിൻഡ്രത്തിന് ട്രിഗർ ആവാത്തത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി ദ ട്രിഗർ ഫോർ സ്റ്റീഫൻ ജോൺസൺ സിൻഡ്രോം? വാൽപ്രോയിക് ആസിഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്. സൾഫോണമൈഡ്സ് എക്സാക്ട്ലി ഉണ്ടാക്കുന്ന ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെൻസിലിൻ ഉറപ്പാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ക്ലാർട്രോമൈസിൻ ആണ്. സോ ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ, ക്ലാർട്രോമൈസിൻ. ഓക്കെ, 72. You have received a 55-year-old female patient from the OPD with the provisional diagnosis of cystitis. As an assigned nurse, what all are symptoms of cystitis you can expect in this patient? അവിടെ ഹെമറ്റൂറിയ, നൊക്ടൂറിയ, ഡിസൂറിയ അല്ലേ, ഇതെല്ലാം ഉണ്ടായിരിക്കും സിസ്റ്റൈറ്റിസിൽ അല്ലേ. നമ്മുടെ ഇൻഫ്ലമേഷൻ ഓഫ് അവർ യൂറിനറി ബ്ലാഡർ, സിസ്റ്റൈറ്റിസ്. അപ്പോൾ അവിടെ ഹെമറ്റൂറിയ ഉണ്ടായിരിക്കും, ഡിസൂറിയ ഉണ്ടായിരിക്കും, നൊക്ടൂറിയ ഉണ്ടായിരിക്കും, ഓൾ ദി എബോ ആയിരിക്കും. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ, ഓൾ ദി എബോ ഇസ് ദ ആൻസർ. ഓക്കെ, 73. You are attending the anatomy class of male reproductive system, where the teacher is explaining about the benign prostatic hyperplasia BPH and asked you about the most common lobe involved in the BPH. പഠിക്കുന്നതാണ്, ഡയറക്ട്ലി പഠിക്കുന്നതാണ്. മീഡിയൻ ലോബ് ആണ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ്. മീഡിയൻ ലോബ് ഈസ് മോസ്റ്റ് കോമൺലി അഫക്റ്റഡ്. സി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, 74. Natasha, a registered nurse working in the post-operative ICU. During her evening shift duty, she received a patient after
transurethral resection of the prostate TURP. As per the postoperative orders, the nurse has to maintain the fluid drainage system and continuously monitor the patient intake and output. The nurse is aware that the fluid of the choice in TURP is NS, glycine, hemazole and methyl cellulose. Direct ആണിതും നമ്മൾ ഗ്ലൈസിൻ ആണ് കൊടുക്കുന്നത് അല്ലേ, ഗ്ലൈസിൻ ആണ് നമ്മളുടെ ചോയ്സ്, ഗ്ലൈസിൻ. ഓക്കെ, എല്ലാം ഈ വായിച്ചെടുക്കണം, അതാണ് പ്രോബ്ലം. ഇത്ര ലെങ്തി ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല ലെങ്തി ആണ്, അതാണ് ഒരു പ്രോബ്ലം. ഓക്കെ, 75th question. The nurse is strictly monitoring the patient with the TURP. The nurse understands that the following can be the complication of irrigating fluid used in the TURP except irrigating fluid കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇറിഗേറ്റിംഗ് ഫ്ലൂയിഡിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകും ഇല്ലേ, ഹൈപ്പർ അമോണീമിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഹൈപ്പർ തേർമിയ നമുക്കതൊന്ന് മാറ്റി നിർത്താം, ഹൈപ്പോനെട്രീമിയ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം, ഹൈപ്പർ തേർമിയ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ല, ഹൈപ്പർ തേർമിയ. ഓക്കെ, ഇനി നമ്മളുടെ 76th question. The assigned nurse is providing care to a patient who has pressure ulcer with a shallow partial skin thickness but no necrotic areas. The nurse would treat the area with which dressing? ഇത് ഡയറക്റ്റ് ആണ്, ഹൈഡ്രോസെല്ലോയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അവിടെ സ്റ്റേജ് തന്നിട്ടുണ്ട്, ഷാലോ പാർഷ്യൽ സ്കിൻ തിക്നെസ് ബട്ട് നോ നെക്രോട്ടിക് ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ് ഹൈഡ്രോകൊളോയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈഡ്രോകൊളോയിഡ് ഡ്രസ്സിംഗ്. ഓക്കെ, 76. In the late regeneration phase of tissue repair, same അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. The wound may be protected by applying which of the following dressing material? ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ലേറ്റ് റീജനറേഷൻ ഫേസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഏതാണ്? ട്രാൻസ്പെറൻറ്റ് ഫിലിം ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ലേറ്റ് റീജനറേഷൻ ഫേസ് ഓഫ് ടിഷ്യൂ റിപ്പയർ ദ wound may be protected by this transparent film. Okay. 78th question. The nursing students in their clinical lab are learning about the management of patients with the graft. One of the students asked about the graft taken from the animals, that is xenograph. Animals in the xenograph ആണ് എടുക്കുന്നത്. xenograft ആണ് animals എന്നുള്ളത്. നമ്മളുടെ ഡി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, 79th. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്നാണ് അല്ലേ, അത് ബർത്തോലിൻ സിസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, ബർത്തോലിൻ ഗ്ലാൻഡ് അല്ലേ, ബർത്തോലിൻ സിസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കുന്നില്ല. 79th ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ബർത്തോലിൻ സിസ്റ്റ് ആണ്. ഓക്കെ, യു ഹാവ് റിസീവ്ഡ് എ ഫീമെയിൽ പേഷ്യന്റ് ഫ്രം OPD. ഓൺ എക്സാമിനേഷൻ ഓഫ് ദ പേഷ്യന്റ് വാസ് febrile and soft and painless lump is present in the vulva area. Identify the marked condition as shown in the given image, that is Bartholin cyst ആണ്. ഓക്കെ, ഇനി നമ്മുടെ 80th question. Okay, which of the following statement would the nurse include when providing a client education regarding self testicular examination? അല്ലേ, അത് നമ്മൾ പഠിച്ചു വെക്കാറുണ്ടല്ലേ അല്ലേ. നമ്മളുടെ BSc ചെയ്യുന്നത് ഡ്യൂറിങ് ഷവർ ആണ് അല്ലേ, പക്ഷേ ടെസ്റ്റിക്കുലാർ എക്സാമിനേഷൻ ആഫ്റ്റർ ഷവർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ആഫ്റ്റർ ഷവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. The best time to perform the test is after a warm bath or shower. Our C option is the right one. C option. Okay. ഇനി നമ്മുടെ 81st question. ഇതാണ് പ്രോബ്ലം, പലതും ഇതിനകത്തില്ല. ഓക്കെ, നാൻസി അപ്പോൾ ഒരു നഴ്സിന്റെ കാര്യമൊക്കെയാ പേരൊക്കെയാ പറയുന്നത് കേട്ടോ. While taking the initial rounds of the patient's room, she noticed that the patient was breathing abnormally. Patient attendant verbalized that the morning staff nurse has given some medication before an imaging test. After that, the patient is having breathing difficulty. Nancy has informed this incident to the attending doctor as well as to the evening shift nursing supervisor and documented the patient's condition into the patient's chart. The nursing supervisor has informed to the quality department to perform RCA. The meaning of RCA in this context. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ RCA എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ, ഇത്രയും ലെങ്തി ആയിട്ട് ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ വായിച്ച് നമ്മുടെ സമയം പോകും, നമ്മുടെ അറ്റൻഷൻ പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ പോലെയുള്ള പരീക്ഷകൾക്ക് എക്സ്പെക്ട് ചെയ്യുക ഇനി അങ്ങോട്ട് കേട്ടോ. നമ്മളുടെ PSCയുടെ ആ ഒരു പാറ്റേണേ മാറി വരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വൺ വേർഡ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി അങ്ങോട്ട് നമുക്ക് പ്രതീക്ഷിക്കേണ്ട അങ്ങോട്ട്, പ്രത്യേകിച്ച് നമ്മളുടെ പരീക്ഷയ്ക്ക്. അപ്പോൾ RCA എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ RCA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റൂട്ട് കോസ് അനാലിസിസ് ആണ് RCA.
റൂട്ട് കോസ് അനാലിസിസ്. ബി ഓപ്ഷൻ ആണ് റൈറ്റ് വൺ. ഓക്കെ, റൂട്ട് കോസ് അനാലിസിസ് ആണ് ഇത്രയും ലെങ്തി നമ്മളെ പറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എന്തായാലും ആ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. The quality management of the hospital announced CAPA for an incident report, which is shared by the nursing in charge of medicine ward as an extension to root cause analysis. The junior trainee nurse asked about the meaning of CAPA to the nursing in charge. Select the most appropriate answer given by the nursing in charge. അപ്പോൾ ഇവിടെ കാപ്പയുടെ എക്സ്പാൻഷൻ അങ്ങ് പഠിച്ചാൽ മതി അല്ലേ. എന്താണ്? കറക്റ്റീവ് ആക്ഷൻ, പ്രിവെന്റീവ് ആക്ഷൻ എന്നതാണ് കാപ്പയുടെ എക്സ്പാൻഷൻ. കറക്റ്റീവ് ആക്ഷൻ, പ്രിവെന്റീവ് ആക്ഷൻ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. എ ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ. 83rd. Injury resulting from the patient's medical management rather than consequences of the patient's underlying medical condition is known as. എന്താണ്? അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻസ് അല്ലാതെ സംഭവിക്കുന്നത് അഡ്വേഴ്സ് ഈവൻസ് ആണ്. അഡ്വേഴ്സ് ഈവൻസ് ആണ് ആൻസർ. ഡി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. 84th question. A group of nursing intern discussing about the errors in which they discussed two related terms, commission and omission. Identify the meaning of these two terms in relation to errors. എന്താണ്? Commission and omission. Commission, doing something wrong. Omission, failing to do the right thing. അപ്പോൾ അത് ബി ഓപ്ഷൻ ആണ് നമ്മളുടെ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ഇനി നമ്മളുടെ 85th question. ഓക്കെ, അപ്പോൾ ഇവിടെ യു ആർ അസൈൻഡ് ടു പ്രൊവൈഡ് കെയർ ടു ദ പേഷ്യന്റ് ഹു ഈസ് admitted in an isolation ward. Okay, one more patient placed in the same room. ഒരു ഐസൊലേഷൻ വാർഡിൽ രണ്ട് സെയിം പേഷ്യൻസ്. അങ്ങനെ ഓർക്കുക. when you come to administer his medications but inadvertently gives his pills to the other patient in the room. അതായത് ഒരു പേഷ്യന്റിന് കൊടുക്കേണ്ട മരുന്ന് മറ്റൊരു പേഷ്യന്റിന് കൊടുത്തു. പക്ഷെ ആ പേഷ്യന്റ് അത് നോട്ട് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇത് എനിക്കുള്ള മരുന്നല്ലെന്ന് പറഞ്ഞു. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഈവന്റ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഗിവൺ സിനാരിയോ. പക്ഷെ ഇവിടെ അഡ്വേഴ്സ് ഇവന്റ് ഒന്നും ഉണ്ടായില്ല. ഇറ്റ് ഈസ് കാൾഡ് എ നിയർ മിസ്. ഓക്കെ, പേഷ്യന്റ് ആ മരുന്ന് പേഷ്യന്റ് റെഫ്യൂസ് ചെയ്തു. അയാൾക്കറിയാം ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നല്ലെന്ന്, അതുകൊണ്ട് ആ ഒരു അപകടം ഒഴിവായി. ദാറ്റ് ഈസ് നിയർ മിസ് ആണ്. നിയർ മിസ് ഈസ് ദ റൈറ്റ് വൺ. നിയർ മിസ്. ഓക്കെ, നിയർ മിസ് ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 85th question. ഇനി 86th. ഇപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒന്നാണ് ഇവിടെ സംഭവിച്ചു. ഓക്കെ, അതായത് മരുന്ന് മാറിപ്പോയി, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സൊനാലി, എ ജൂനിയർ നേഴ്സ് ഹു ഹാസ് ജോയിൻഡ് ഇൻ ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഷീ സ്റ്റാർട്ട് ആൻ ഇൻട്രാവെനസ് ഇൻഫ്യൂഷൻ ഓഫ് ഇഞ്ചക്ഷൻ പൊട്ടാസ്യം ക്ലോറൈഡ് KCl diluted in 0.9% normal saline. She misread the doctor's order and administered the injection through direct intravenous push. Soon after administering the injection, the nurse observed that the patient clutched his chest and rolled his eyes. The patient immediately had a cardiac arrest and died. Identify the nature of the event occurring in this case. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ നിയർ മിസ് അല്ല, ഇവിടെ ഒറിജിനലി ആ എറർ സംഭവിച്ചു, അഡ്വേഴ്സ് എഫക്ട് സംഭവിച്ചു. ദാറ്റ് ഈസ് കാൾഡ് സെന്റിനൽ ഇവന്റ്. ദാറ്റ് ഈസ് കാൾഡ് സെന്റിനൽ ഇവന്റ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ, നമ്മുടെ പരീക്ഷകൾക്ക് വേണ്ടി. ഇനി 87th question. Which of the following statement are true regarding the Swiss model of adverse events? ഇതെല്ലാം വരും കേട്ടോ. A series of barriers are in place to prevent hazards വരും. Explain adverse events in particular patient faults and medication errors വരും. Represents well the multifactorial nature of the patient safety incidents. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. 87th all the above answer. 88th question. 88th. The first year BSc nursing students during their clinical orientation asked to the clinical instructors about the meaning of patient safety in healthcare setting. എന്താണ് patient safety എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Prevention of this potential harm, that is called patient safety. Our B option is the right one. B option. Okay, 89th വീണ്ടും ഒരു lengthy question. The junior trainee nurse posted in an administrative block of the hospital for her clinical requirements. The supervisor informed her to help the other members of the department in preparing the whole unit for the upcoming patient safety day. കാര്യമൊന്നുമില്ല, എന്നാണ് പേഷ്യന്റ് സേഫ്റ്റി ഡേ എന്ന് മുതലാണ് നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്.
നമ്മൾ ആചരിച്ചു തുടങ്ങിയത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിനാണ് ഇത്രയും ലെങ്തി ഇങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കാര്യം നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് അറിഞ്ഞാൽ മതി. എന്താണ് നമ്മൾ പേഷ്യൻ സേഫ്റ്റി ഡേ എന്ന് മുതലാണ് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്? ഓക്കെ, ദാറ്റ് ഈസ് ഫ്രം 17th September 2019 മുതലാണ് നമ്മൾ ദിസ് പേഷ്യൻ സേഫ്റ്റി ഡേ, വേൾഡ് പേഷ്യൻ സേഫ്റ്റി ഡേ നമ്മൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങിയത്. 17th September 2019. ഓക്കെ, 90th ക്വസ്റ്റ്യൻ നമ്മളെ പേഷ്യൻ സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഗിവൺ ഇമേജ്. ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പേഷ്യൻ സേഫ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പേഷ്യൻ സേഫ്റ്റി എ ഗ്ലോബൽ ഹെൽത്ത് പ്രിയോറിറ്റി, അതാണ് ആ ഒരു സ്ലോഗൻ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ലോഗൻ. പേഷ്യൻ സേഫ്റ്റി എ ഗ്ലോബൽ ഹെൽത്ത് പ്രിയോറിറ്റി. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 90th ക്വസ്റ്റ്യൻ. 91st, which of the following does not include among the 5 moments about medication safety as per the World Health Organization WHO Global Patient Safety Challenge? എന്തൊക്കെയാണ് അവിടെ? നമ്മൾ സ്റ്റാർസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, സ്റ്റാർസ്. ഓക്കെ, സ്റ്റാർട്ടിങ്. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, ടേക്കിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? ആഡിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, ആഡിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, റിവ്യൂവിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പർച്ചേസിങ്ങിൽ പറഞ്ഞു, സ്റ്റോപ്പിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. സ്റ്റോപ്പിങ്ങിൽ നമ്മൾ നോക്കാറുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ പർച്ചേസിങ് ഇല്ലാത്ത സാധനമാണ് അല്ലേ? പർച്ചേസിങ് ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റാർസിനകത്ത് പറഞ്ഞില്ല പർച്ചേസിങ്. സോ പർച്ചേസിങ് മൈ മെഡിക്കേഷൻ അത് ഇതിനകത്ത് വരാത്തതാണ്. ഓക്കെ, WHO ഗ്ലോബൽ പേഷ്യൻ സേഫ്റ്റി ചാലഞ്ചിനകത്ത് വരാത്തതാണ്. സ്റ്റാർസ് ഓർത്താൽ മതി. ഓക്കെ, സ്റ്റാർസ് ഓർത്താൽ മതി. സ്റ്റാർട്ടിങ്, ടേക്കിംഗ്, ആഡിങ്, റിവ്യൂയിങ് ആൻഡ് എന്താണ് ആൻഡ് സ്റ്റോപ്പിംഗ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 91st. 92, which of the following does not include the latest international patient safety goal IPSG according to the Joint Commission International JSA? വരാത്തത് which of the following does not include ആണ്. അത് നമ്മുടെ സേഫ് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് വരാത്തത്. സേഫ് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എ ഓപ്ഷൻ ആണ് വരാത്തത്. ഓക്കെ, 93, quality measures in healthcare are meant to assess 3 areas for improvement: process, outcome and അത് തമ്മിലുള്ള ബാലൻസിങ്. അപ്പോൾ നമ്മുടെ സി ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് വൺ. സി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ഓക്കെ, 94th. ഓക്കെ, you have assigned a nursing student to give oral medication to the patient who is conscious and stable. Before giving the medications, the nursing student has to confirm the patient identity. Which action carried out by the nursing student reflects her clear understanding related to correct identification of the patient? എന്തായിരിക്കും? ഫുൾ നെയിം നോക്കണം ഇല്ലേ? യൂണിക് ഹോസ്പിറ്റൽ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ നോക്കണം അല്ലേ? സോ എ ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. ദാറ്റ് ഈസ് check the full name of the patient and unique hospital identification data. Okay, now 95, in admission section department, while preparing the face sheet of the patient for admission, which color of the identification band the nurse will use for the patient admission to IPD area according to JSA protocol? JSA protocol നമ്മൾ white ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. So C option is the right one. C option is the right one. 96, വീണ്ടും ഒരു ലെങ്തി ക്വസ്റ്റ്യൻ. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് യുവർ ഈവനിങ് ഷിഫ്റ്റ് one of the patient is become hypoglycemic with the blood glucose level of 45 milligram per deciliter. You have informed the nursing supervisor and looking for the doctor to inform him, but unfortunately the doctor was not available at that time. You made a call to the doctor and informed him about the patient's condition and received the telephonic orders. Which of the following statement is related to the Joint Commission read back requirement policy? അപ്പോൾ ഇവിടെ ഈ വലിയൊരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. കാര്യം എന്താണ് നമ്മുടെ ജോയിന്റ് കമ്മീഷന്റെ റീഡ് ബാക്ക് റിക്വയർമെന്റ് പോളിസി എന്താണെന്നാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. റൈറ്റ്, റീഡ് ബാക്ക് ആൻഡ് കൺഫേം. ഓക്കെ, റൈറ്റ്, റീഡ് ബാക്ക് ആൻഡ് കൺഫേം. ദാറ്റ് ഈസ് ബി ഓപ്ഷൻ ഈസ് ദ റൈറ്റ് വൺ. ഓക്കെ, നമ്മളെ 97th ക്വസ്റ്റ്യൻ. ഓക്കെ, siren trainer nurse is posted in surgical ward. She is helping the nursing head in inventory management, where she noticed that higher risk medications are kept separately under locker. The head nurse then asked her that which of the higher risk medication is kept under double lock.
അല്ലേ, നമ്മളുടെ നാർക്കോട്ടിക്സ് അല്ലേ, അതേപോലെ തന്നെ ഓപ്പിയോയിഡ്സ്, ചില ഓപ്പിയോയിഡ്സും നാർക്കോട്ടിക്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡബിൾ ലോക്ക് ചെയ്ത് തന്നെയാണ് സൂക്ഷിക്കാറുള്ളത്, നാർക്കോട്ടിക്സ് എസ്പെഷ്യലി. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ഡ്രഗ് ഫെൻഡനൈൽ മാത്രമേ ഉള്ളൂ, സി ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, നമ്മളുടെ ഫെൻഡനൈൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഓപ്ഷൻ. ഇൻസുലിൻ നമ്മൾ ഡബിൾ ലോക്ക് ചെയ്യാറില്ല, ഡിജോക്സിൻ ചെയ്യാറില്ല, പൊട്ടാസ്യം ക്ലോറൈഡ് 10% ഡബിൾ ലോക്ക് ചെയ്യാറില്ല അല്ലേ. ഇപ്പോൾ ഫെൻഡനൈൽ. 98, you are promoted from the nursing head position to nursing in charge of the ward, and you have noticed that the cases of medication error are keep on high. Medication errors കൂടി വരുന്നു. You have visited to the pharmacy of your hospital to confirm which of the following writing pattern is used to address sound and look-alike medications in order to reduce the medication error. അല്ലേ, അതായത് സൗണ്ട് ആൻഡ് ലുക്ക് അലൈക്ക് മെഡിക്കേഷൻസിന്റെ ആ എറേഴ്സ് വരായിരിക്കും നമ്മൾ എന്താണ് അപ്പർ കേസ് ലെറ്റേഴ്സ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ. ഫോർ ദിസ് മെഡിക്കേഷൻ ഓർഡറിൽ നമ്മൾ അപ്പർ കേസ് ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നു. അതെന്താണ്, ടാൽമാൻ ലെറ്റർ ആണ് അല്ലേ, ടാൽമാൻ ലെറ്ററിംഗ്, ദാറ്റ് ഈസ് അപ്പർ കേസ് ലെറ്ററിംഗ് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു അല്ലേ. അതായത് ഫുൾ ക്യാപിറ്റലൈസ്ഡ് ചെയ്തിട്ടുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അപ്പർ കേസ് ലെറ്ററിംഗ്, ദാറ്റ് ഈസ് ടാൽമാൻ ലെറ്ററിംഗ് ആണ് ആൻസർ. 99, you are operation theater nursing officer. Today you are assigned in the laparoscopic OT to function as a scrub nurse. The patient has taken inside the OT and the entire operative team verified the patient site of the operation procedure before the incision. എന്താണ് നമ്മൾ അവിടെ ചെയ്യുന്നത്, ഇതെന്താണ്, ടൈം ഔട്ട് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ടൈം ഔട്ട്. ഓക്കെ, which of the following surgical safety checklist point is being performed in the given scenario? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടൈം ഔട്ട് ആണ്, ടൈം ഔട്ട്. സി ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ലിസ്റ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ടു പെർഫോംഡ് അണ്ടർ ദ ടൈം ഔട്ട് സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ്. ഓക്കെ, അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, നമ്മളുടെ ആ ഒരു ഇൻവാസീവ് പ്രൊസീജിയർ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ, അവിടുത്തെ മാക്സിമം സ്റ്റെറിലിറ്റി ഉറപ്പുവരുത്തുക അല്ലേ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ദാറ്റ് ഈസ് sterility for the items used for the surgery has confirmed. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 100 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത് എനിക്കറിയാം, പിന്നെ മാത്രമല്ല നമുക്ക് ഇവിടെ സ്ലൈഡ്സുമായിട്ട് ചെറിയ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് മൊത്തം നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ക്വസ്റ്റ്യൻസ് വായിച്ച് ഞാൻ എങ്കിലും അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 100 ക്വസ്റ്റ്യൻസ് ഓഫ് ദിസ് സെസ് തേർഡ് ഫേസ്. എന്തായാലും വിന്നേഴ്സിന് ഒരിക്കൽ കൂടി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് അവർ യൂണിക് കോംപ്രിഹെൻസീവ് കോഴ്സ് നമ്മളുടെ സെക്കൻഡ് ബാച്ചിന്റെ അഡ്മിഷൻ ഏതാണ്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ തുടങ്ങും. എന്തായാലും 31 നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് സോഡിയാക് അക്കാഡമിയുടെ നമ്മളുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എല്ലാവരെയും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു നമ്മളുടെ ഈ ഒരു കോഴ്സിലേക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരുന്നു, ഹൈലി സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള ഹൈലി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഉറപ്പായിട്ടും ഈ ഒരു പാക്കേജ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളുടെ ഈ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഉറപ്പായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് നിങ്ങൾ ഓരോരുത്തരും എത്തിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവിടെ നമ്മളുടെ ഈ സ്ട്രാറ്റജിക് പ്ലാൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് എനി ക്വറീസ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇൻഡെപ്ത് ഡിസ്കഷൻ നമ്മളുടെ ക്ലാസ്സുകളിൽ കാണും കേട്ടോ. നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഇൻഡെപ്ത് ഡിസ്കഷൻ ക്ലാസ്സുകളിലും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ലുബ്ന, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരു ഹെറി സെഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ലൈവ് സെഷനുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും ശുഭരാത്രി. ഓക്കെ, ബൈ ബൈ.